2-3 വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എന്ന് ചേർത്ത് വെച്ച് ഒരു ആത്മീക ദൂത് പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 3 വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചു തന്നാൽ ഉപകാരമായിരിക്കും. ആദ്യം വായിക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണ്. ആദ്യം വായിക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 21-ാം വാക്യം. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോന്യയിലും അഖായയിലും കൂടി കടന്നു യെരുശലേമിലേക്കും പോകണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു. മതി. ഇനി വായിക്കേണ്ടത് 23-11 23-11 അടുത്ത വാക്ക് 23-11. 23-11. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്ക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ഒരു വാക്യം കൂടി, അടുത്ത വാക്യം വായിക്കേണ്ടത് 28-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. 28-ാം അധ്യായം 14-ാം വാക്യം. അവിടെ സഹോദരന്മാരെ കണ്ടു, തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. 3 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ആദ്യത്തെ വാക്യം 19-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ്. പൗലോസിന്റെ യാത്രയോടുള്ള ബന്ധത്തിൽ, മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതം, കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുത്ത വിഷയം ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ 1-2 അധ്യായങ്ങൾക്കകത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ കപ്പൽ യാത്ര, കപ്പൽ നേരിട്ട പ്രയാസം, അതെല്ലാം ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരു യാത്രാ വിവരണം ഇതിനകത്ത് എഴുതപ്പെടാൻ കാരണം, 1-2 അധ്യായങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കാനുള്ള കാരണം, അതിനകത്ത് ദൈവപ്രവൃത്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂത് അതിൽ അന്തർലീനമായിരിക്കുന്നത് കൊണ്ടാണ് ഒരു യാത്രാ വിവരണം പോലും വിശുദ്ധ ബൈബിളിനകത്ത് ആത്മീക ദൂതായിട്ട് എഴുതാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയത്. സ്തോത്രം. മാത്രമല്ല പൗലോസ് ഈ യാത്രയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ വായിച്ച 3 വാക്യങ്ങൾ, ഈ 3 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ റോമാനഗരത്തെ കേന്ദ്രീകരിക്കുന്ന 3 വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചു കാണുമെങ്കിൽ ആദ്യത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പൗലോസിൻ്റെ മനസ്സിനകത്ത് ആരോടും പറയാത്തൊരു ആത്മഗതം അവിടെ പങ്കുവെക്കുകയാണ്, മനസ്സിൽ നിശ്ചയിക്കുകയാണ്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആഖായിൽ കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകുക. യെരുശലേമിൽ ചെന്നിട്ട് യെരുശലേമിൽ തങ്ങാതെ വേഗത്തിൽ റോമയൊന്ന് കാണണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു എന്നാണ് 19-21 വായിച്ചത്. റോമ ഒന്ന് കാണണം, റോമാ നഗരം ഒന്ന് കാണണമെന്ന് പൗലോസ് മനസ്സിൽ നിശ്ചയിച്ചു. രണ്ടാമത് വായിച്ച വാക്യം, രാത്രി കർത്താവ് ദർശനത്തിൽ വന്നിട്ട് സ്തോത്രം പൗലോസിനോട് പറയുന്നു, നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കണം. രണ്ടാമത്തെ കാര്യം, കർത്താവ് വന്ന് പറയുന്നു റോമയിൽ സാക്ഷീകരിക്കണം. 28-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അങ്ങനെ ഞങ്ങൾ റോമയിൽ എത്തി. സ്തോത്രം. റോമാ നഗരത്തോട് ബന്ധപ്പെട്ട് 3 വാക്യങ്ങളിലൂടെ നമ്മൾ ഈ പകലത്തെ ആത്മീയ ആലോചനയ്ക്ക് വേണ്ടി വചനത്തിൽ നിന്ന് വായിച്ചു. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് റോമാ നഗരത്തെക്കുറിച്ചല്ല, കപ്പൽ ഛേദത്തെക്കുറിച്ചല്ല, സ്തോത്രം, കടലിലുണ്ടായ തിരമാലയെക്കുറിച്ചോ ഒന്നുമല്ല. ഈ വാക്യങ്ങൾ 3 വായിപ്പാൻ ഇടയായി തീർന്നത് ഇതിൻ്റെയൊക്കെ നടുവിൽ വാക്കു പറഞ്ഞാൽ നിറവേറ്റുന്നൊരു ദൈവമുണ്ടെന്ന് നമ്മൾ അറിയാൻ വേണ്ടി മാത്രമാണ്. എന്തൊക്കെ പ്രശ്നം വന്നാലും ദൈവം ഒരുവനോടൊരു കാര്യം പറഞ്ഞാൽ അവൻ ദൈവകൃപയിൽ ഉറച്ചു നിന്നാൽ പ്രശ്നങ്ങളുടെ മീതെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം തൻ്റെ ജനത്തിനുണ്ടെന്ന് ഈ 3 വാക്യങ്ങൾ കൂട്ടിവെച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ആ കാര്യം സഭയെ ബോധിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒരുക്കത്തിലാണ്. വളരെ പ്രാർത്ഥനയോടെ ഹൃദയം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ആ വാക്യങ്ങളുടെ വിശദീകരണത്തിലൂടെ ദൈവിക ദൂതിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും പൗലോസ് സ്തോത്രം വലിയ പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. 19-ലേക്കൊക്കെ വരുന്ന സമയത്ത് സ്തോത്രം 19-ാം അധ്യായത്തിനകത്ത് പൗലോസ് സ്തോത്രം കൊരിന്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. സ്തോത്രം. മാത്രമല്ല എഫേസോസിലേക്ക് എത്തുന്ന സമയത്ത് പട്ടണത്തിൽ വെച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. പൗലോസിനെ കൊന്നുകളയും എന്നൊരു വിഷയത്തിലേക്ക് അകപ്പെടുന്നു. അങ്ങനെ അവിടെ മുതൽ ഇതുവരെ ഉണ്ടായതിനേക്കാൾ അപ്പുറമായി ഭയങ്കരമായ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നു. സ്തോത്രം. എത്ര ശക്തനാണെങ്കിലും പ്രതിസന്ധികൾ ഭയങ്കരമായി നേരിടുമ്പോൾ മനസ്സിളകിയേക്കാം. സ്തോത്രം. ഹൃദയത്തിന് താളം തെറ്റുന്ന സ്ഥിതി ഉണ്ടായേക്കാം.
അങ്ങനെ പൗലോസ് 19-ാം അധ്യായത്തിനകത്ത് വെച്ച് പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് 19-ാം അധ്യായത്തിലേക്ക് വരുന്നതോടുകൂടെ കാര്യങ്ങൾ കലുഷിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിയെന്നതിൻ്റെ വെളിച്ചത്തിൽ പൗലോസ് മനസ്സുകൊണ്ട് നിശ്ചയിക്കുകയാണ്, പെട്ടെന്ന് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകാം. യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയിട്ട് അവിടെ ചെന്നതിന് ശേഷം വേഗത്തിൽ റോമയൊന്ന് കാണണം. അങ്ങനെയല്ലേ 19 വായിച്ചത്? സ്തോത്രം. മനസ്സിൽ റോമയിലേക്ക് യെരൂശലേമിലേക്ക് പോകണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അവിടെ ചെന്ന ശേഷം റോമയൊന്ന് കാണണം. അങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. റോമയൊന്ന് കാണണം. അവിടെ പോയിട്ട് പ്രസംഗിക്കണമെന്നല്ല, അവിടെ പോയിട്ട് ഒരു ക്രൂസൈഡ് നടത്തണമെന്നല്ല, അവിടെ പോയിട്ട് സ്നാനം നടത്തണമെന്നല്ല, അവിടെ പോയിട്ട് ഒരു പരസ്യോഗം നടത്തണമെന്ന് പോലും അല്ല. അവിടെ മനസ്സിൽ ആഗ്രഹിച്ചത് റോമയൊന്ന് കാണണം. റോമയൊന്ന് കാണണം. ഞാൻ ആ വാക്യത്തെ ഒന്നോടെ വിലയിരുത്താം. പൗലോസ് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നൊരു മനുഷ്യനാണ്. ആ കാലഘട്ടത്തിലെ കാണേണ്ട പ്രധാനപ്പെട്ട പല പട്ടണങ്ങളും കണ്ട മനുഷ്യനാണ് പൗലോസ്. സ്തോത്രം. അദ്ദേഹം ജനിച്ചത് തന്നെ സ്തോത്രം തർസോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ പട്ടണത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കൗമാരം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ ന്യായപ്രമാണം പഠിക്കാൻ വേണ്ടി തൻ്റെ പിതാവ് കൊണ്ടുവന്നാക്കിയത് ഇന്നും ലോകപ്രസിദ്ധമായിരിക്കുന്ന ഒരു പട്ടണമായിരിക്കുന്ന യെരൂശലേമിലാണ്. സ്തോത്രം. ആരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണം യെരൂശലേമിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടങ്ങൾ ചെലവഴിച്ചത്. സ്തോത്രം. അതിനുശേഷം അദ്ദേഹം മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്നത് ദമാസ്കസ് എന്നറിയപ്പെടുന്ന ഇന്നും പ്രസിദ്ധമായ ഒരു പട്ടണത്തിൻ്റെ പടിവാതിക്കൽ വെച്ചാണ്. സ്തോത്രം. തുടർന്ന് അദ്ദേഹം മാനസാന്തരാനന്തരം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ പൈനിയർ വർക്ക് ബർണബാസ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നടത്തിയത് ഇന്നും പ്രസിദ്ധമായിരിക്കുന്ന അന്ത്യോക്യ എന്നൊരു പട്ടണത്തിലാണ്. അവിടുത്തെ സഭയോട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പൈനിയർ പ്രവർത്തനങ്ങൾ നടത്തിയത്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉപവാസത്തോടും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അവിടെ നിന്ന് താൻ പുറത്തു വന്നു. പിന്നെ യാത്ര ചെയ്തതെല്ലാം അറിയപ്പെട്ട കൊരിന്ത്, ഏഥൻസ്, ഫിലിപ്പിയ, സ്തോത്രം, അങ്ങനെ അറിയപ്പെടുന്ന മഹാനഗരങ്ങളിലൂടെയാണ്. അപ്പോൾ ഒരു 10-30 പട്ടണത്തിലെങ്കിലും അദ്ദേഹം അന്ന് കാണണ്ട, അറിയപ്പെടേണ്ട, ഇന്ന് അറിയപ്പെടുന്ന പോലെ ന്യൂയോർക്കോ പാരീസോ ലണ്ടനോ ദുബായിയോ ഒക്കെ പോലെ ലോകപ്രസിദ്ധമായ പല പട്ടണങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹം പ്രസംഗിച്ചു. ഇതെല്ലാം ചെയ്തു. ഇതൊക്കെ ചെയ്തെങ്കിലും ഈ യാത്രക്കിടയിൽ അന്നേ കാലത്ത് ജീവിച്ചിരുന്ന യാത്രികനായ, ലോകത്തിൻ്റെ അറ്റം വരെ പോകാൻ ദൈവത്തിൽ നിന്ന് അനുവാദം കിട്ടിയ ഒരു ക്രിസ്തു ഭക്തൻ എന്ന നിലയ്ക്ക് കാണേണ്ട ഒരു നഗരമായിരുന്നു റോമാ നഗരം. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം ഇന്ന് വരെ റോമയിൽ പോയില്ലായിരുന്നു. പക്ഷെ പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് കിടന്ന ആ ആഗ്രഹം പൊങ്ങി വരികയാണ്, റോമയൊന്ന് കാണണം. സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഹൃദയത്തിനകത്ത് പ്രതിസന്ധികൾ ഏറി വരുന്നു. കാര്യങ്ങൾ കൈപ്പിടിക്കകത്ത് നിൽക്കാതെ വരുന്നു. അന്തരീക്ഷം കലുഷിതമാകുന്നു. തനിക്കെതിരെ ഭയങ്കര ഗൂഢാലോചനകൾ നടക്കുന്നു. സ്തോത്രം. ജാതികൾ തനിക്കെതിരെയാകുന്നു. യഹൂദന്മാർ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു. ഇതെല്ലാം കൂടി ചേർന്ന് വന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, റോമയൊന്ന് കാണണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിൽ നിശ്ചയിച്ചു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ജീവിക്കുന്ന ഒരു ഭക്തൻ്റെ പുറത്തു പറയാത്ത ഹൃദയത്തിലെ ഒരാഗ്രഹം പോലും സ്വർഗത്തിലിരുന്നുകൊണ്ട് അറിയുന്നവനാണ് നമ്മൾ ആരാധിക്കുന്നവനായ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കാം. ഒരു ചരിത്ര ഭാഗത്ത് നിന്ന് ഞാൻ തെളിയിച്ചു കൊണ്ടുവരുന്നൊരു ദൂതായിരിക്കയാൽ ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ സ്തോത്രത്തിൽ ജാഗരിച്ച് ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി കാതോർത്ത് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുക. നിങ്ങളിൽ ആരോടൊക്കെയോ നിങ്ങൾ മറന്നു കിടക്കുന്ന, മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചില ആഗ്രഹങ്ങളെ സ്വർഗത്തിലെ ദൈവത്തിന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആ ആഗ്രഹങ്ങളെ പോലും ദൈവത്തിന് നിറവേറ്റാനുണ്ട്. അതറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അത് നിറവേറ്റാൻ ദൈവമായ കർത്താവ് ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് മനസ്സിൽ നിശ്ചയിച്ചു, ആരോടും പറഞ്ഞില്ല. ആ വാക്ക് അങ്ങനെയാണ്. മനസ്സിൽ നിശ്ചയിച്ചു, റോമയൊന്ന് കാണണം, റോമയൊന്ന് കാണണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുക മാത്രമല്ല,
ഈ ഭാഗം പഠിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള തെളിവോടെ ഒരു വിഷയം പഠിക്കുമ്പോൾ നമ്മൾ പഴുതടച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിച്ചു പഠിക്കുമ്പോൾ മറ്റിതര ഭാഗം കൂടി കൂട്ടിവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മനസ്സിൽ നിശ്ചയിച്ചു എന്ന് മാത്രമല്ല, റോമയൊന്ന് ചെന്ന് കാണണമെന്ന് അദ്ദേഹം ദീർഘനാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ വാക്യം കിടക്കുന്നത് റോമാലേഖനത്തിലാണ്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം, 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളാണെന്ന് എൻ്റെ ഓർമ്മ. 8-9 വാക്യങ്ങൾ ദയവായിട്ട് ആ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-9. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിനും പ്രസിദ്ധമായിരിക്കുന്നതിന് ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്തിൽ, അതേ ആ വാക്കാണ്, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ, ഞാൻ വായിക്കുന്നത് റോമർ 1:9, അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. റോമർക്ക് ലേഖനം എഴുതുകയാണ്. റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ആ ലേഖനത്തിനകത്ത് എഴുതുകയാണ്, സ്തോത്രം, നിങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് എഴുതുന്നു, ദൈവ ഇഷ്ടപ്രകാരം എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരേണ്ടതിന് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, സഭക്കാർക്ക് എഴുതുന്നതെങ്കിലും റോമാ പട്ടണത്തിൽ, റോമാ സഭയിൽ, റോമയിൽ വരേണ്ടതിന്, എപ്പോഴെങ്കിലും ദൈവേഷ്ടപ്രകാരം വരേണ്ടതിന്, സ്തോത്രം, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തോട് സ്തോത്രം പ്രാർത്ഥിക്കുന്നു. എങ്ങനെ? എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് ദൈവം സാക്ഷി. അപ്പൊ ആ വാക്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നറിയില്ല, ഞാൻ മനസ്സിലാക്കുന്നു, ഈ ഭക്തന്റെ ഹൃദയത്തിനകത്ത് കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, സ്തോത്രം, ദൈവമേ സ്തോത്രം, എനിക്ക് റോമയിലൊന്ന് പോകണം, റോമയിലൊന്ന് ചെല്ലണം, റോമയൊന്ന് കാണണം എന്ന് സ്തോത്രം ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. ഹല്ലേലൂയ. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, മനസ്സിൻ്റെ അടിത്തട്ടിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. 2, ഈ പ്രാർത്ഥന വീണ്ടും ഇതിനെ ഗഹനമായി നമ്മൾ ഇടഞ്ഞെടുക്കുമ്പോൾ ഈ പ്രാർത്ഥന ഒരു രഹസ്യ പ്രാർത്ഥനയാണെന്ന് ഞാൻ മനസ്സിലാക്കും. 2 തരം പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇതുപോലത്തെ വലിയൊരു കോൺഗ്രിഗേഷന് വന്ന് നാം ഒരുമിച്ചിരിക്കുമ്പോൾ സ്തോത്രം ഇവിടെ പ്രാർത്ഥനകൾ എഴുതി കൊടുക്കാനും അത് സ്വീകരിക്കാനും അത് എടുത്തു വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നിശ്ചയമായും അങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രം പ്രാർത്ഥിക്കുന്നവരോട് പറയുക, പങ്കുവെക്കുക. അങ്ങനെ ദൈവസന്നിധാനത്തിൽ പങ്കുവെച്ച് പ്രാർത്ഥിക്കുക, പരസ്യമായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരു വിഷയം ഇവിടെ എഴുതി കൊടുത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ എല്ലാവരും കൂടി ചേർന്ന് ചിലപ്പോൾ നമ്മുടെയൊക്കെ സഭകളിൽ സംഭവിച്ചിട്ടുണ്ട്. രോഗിയായപ്പോൾ, കഷ്ടം വന്നപ്പോൾ, ചില കാര്യങ്ങളുടെ നടത്തിപ്പില്ലാതെ വന്നപ്പോൾ, ചില സങ്കടം വന്നപ്പോൾ ആ വേളയിലെല്ലാം പരസ്യമായി പറഞ്ഞ് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്കൊരു കൂട്ടം ആളുകളെ തന്നല്ലോ. അങ്ങനെ ഒരു കൂട്ടത്തിന് നടുവിൽ ദൈവം നമ്മളെ കൊണ്ടിരുത്തിയല്ലോ. നമുക്കൊരു വിഷയം വന്നാൽ നമ്മൾ തനിച്ചല്ല, ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം നമ്മുടെ ചുറ്റുമുള്ളത് ഓർത്ത് കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേരെ. ഹല്ലേലൂയ. ഒരു വിഷമം വന്നാൽ ഏറ്റവും വലിയ കാര്യം കാണാൻ 10 പേര് വരുന്നതിനേക്കാൾ സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രയർ കാർഡിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്തോത്രം എഴുതി ഇപ്പോൾ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രിന്റിങ് ആ മാറ്ററിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ 100 പേരുള്ളതിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 2 പേരുള്ളതാണ് നല്ലത്. സ്തോത്രം. നിങ്ങൾക്കത് മനസ്സിലായെന്നറിയില്ല. നമുക്കൊരു വിഷയം വരുമ്പോൾ അയ്യോ ഇന്നോടത്തൊരു ഡോക്ടറുണ്ട്, അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത്, ഇന്നോടത്ത് പോകണം എന്നൊക്കെ പറയാൻ ഭയങ്കര ആൾക്കൂട്ടം കാണും. അങ്ങനെ അഭിപ്രായം പറയുന്ന 100 പേരേക്കാൾ ഈ വിഷയത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ 2 പേരുണ്ടെങ്കിൽ അതാണ് നല്ലത്. സ്തോത്രം. അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നറിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ചിലർ നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ, അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില വിഷയങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നടന്നിരിക്കുകയില്ല, എത്ര പ്രാർത്ഥനക്കാരനാണെങ്കിലും. ഞാനൊന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു തെളിവ് ഞാൻ പറയാം. ദാനിയേൽ ശക്തനായ പ്രാർത്ഥനക്കാരനായിരുന്നു. ബൈബിളിലെ ദാനിയേലിൻ്റെ അതിപ്രധാനമായിരിക്കുന്ന സ്തോത്രം 4 പ്രാർത്ഥനകളെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രാർത്ഥന ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, സ്തോത്രം വായിക്കണമെന്നില്ല, അത് മറ്റൊന്നുമല്ല,
രാജാവിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോൾ രാജാവ് കോപിഷ്ഠനായിരിക്കുന്നു. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. കൽപ്പന ഇതാണ്: രാജാവ് കണ്ട സ്വപ്നം മറന്നുപോയി. രാജാവിൻ്റെ സ്വപ്നം മറന്നുപോയത് അവിടെയുള്ള ശകുനവാദികളോടും കൽദയരോടും അവിടുത്തെ മന്ത്രവാദികളോടൊക്കെ പറഞ്ഞു, എൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടു, സ്വപ്നം എനിക്ക് തിരിച്ചു പറഞ്ഞു തരണം. അപ്പോൾ അവരെല്ലാം കൈമളത്തിട്ട് പറഞ്ഞു, രാജാവ് ചോദിക്കുന്ന അസാധ്യമായൊരു കാര്യമാണ്. ഇന്നലെ രാത്രി ഞാൻ കണ്ട സ്വപ്നം മറന്നുപോയി. എന്നിട്ട് പ്രാർത്ഥിച്ചെടുത്ത് വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ പറഞ്ഞത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ്, രാജാവ് ഒരു ക്ലൂ തരുവാണെങ്കിൽ പറഞ്ഞു തന്ന് വ്യാഖ്യാനം തരാം. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വ്യാഖ്യാനം തരാൻ എളുപ്പമാണ്, പക്ഷെ നഷ്ടപ്പെട്ട സ്വപ്നം തിരിച്ചു പിടിക്കാൻ എളുപ്പമല്ല. സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും ഒഴിവായി കൈമറത്തുമ്പോൾ രാജാവ് കോപിച്ച് ഇവരെല്ലാവരെയും വധിക്കണമെന്ന നിയമം വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദാനിയേലിനെയും കൊല്ലണമെന്ന് സ്തോത്രം നിയമം വന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ഒന്ന് നോക്കിയാലേ വേണമെങ്കിൽ. ദാനിയേലിനെയും കൊല്ലണമെന്ന് അവിടെ സ്തോത്രം നിയമം വന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്ക് ഇപ്രകാരമാണ്. സ്തോത്രം 13-ാമത്തെ വാക്യം, 2-ാം അധ്യായം 13-ാം വാക്യം. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. അപ്പൊ നോക്കണേ, ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടി കൊല്ലാൻ രാജകൽപ്പനയുടെ വെളിച്ചത്തിൽ അന്വേഷിച്ചു. 2-ാം അധ്യായത്തിൽ വെച്ച് ഈ കൽപ്പന നടപ്പിലാക്കിയെങ്കിൽ ദാനിയേൽ തീർന്നു കിട്ടേണ്ടതാണ്. 12 അധ്യായമുള്ള ദാനിയേൽ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ വെച്ച് ഇല്ലാതെയാകേണ്ടതാണ്. കാരണം ദാനിയേലിനെ കൂടെ രാജകൽപ്പനയുടെ വെളിച്ചത്തിൽ കൊല്ലാൻ വേണ്ടി നിശ്ചയിച്ചതാണ്. പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ടെന്നറിയോ? സ്തോത്രം. ദാനിയേൽ രാജാവിനോട് ചോദിച്ചു, രാജാവ് എന്താ പ്രശ്നം? രാജാവ് പറഞ്ഞു, എൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് സമയം താ. അങ്ങനെ സമയം ചോദിച്ചു വാങ്ങിച്ച് ദാനിയേൽ തിരിച്ചു വന്നിട്ട് ഒറ്റയ്ക്കല്ല പ്രാർത്ഥിച്ചത്. ആ വാക്കെഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: താൻ ഏറ്റവും അധികം പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കുന്ന പ്രാർത്ഥനാ സുഹൃത്തുക്കളായി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള 2-3 പേരുണ്ട്. അവരോട് പങ്കുവെച്ച് ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം, രാജാവിൻ്റെ പള്ളിയറയിൽ വെച്ച് നഷ്ടപ്പെട്ട സ്വപ്നം, നമ്മുടെ ഭാഷയെ പറയാം, ദാനിയേലിൻ്റെ പാഴ്സനേജിൽ വെളിപ്പെട്ടു. സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാം, ഈ പട്ടണത്തിൽ സ്വപ്നം നഷ്ടപ്പെട്ട ഒരുപാട് വമ്പന്മാർ കാണും. സ്തോത്രം. സ്വപ്നം നഷ്ടപ്പെട്ടവര് ആകപ്പാടെ പേ പിടിച്ച നായെ പോലെയാണ്. അവരെന്തും ചെയ്യും, അവരെന്തും സ്തോത്രം പ്രവർത്തിക്കും. അവരുടെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു സംഘം ഇതിനകത്തുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടവന്റെ സ്വപ്നം തിരിച്ചു കൊടുക്കാൻ, പ്രാർത്ഥനാ മുറിയിൽ തിരിച്ചു പിടിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിൽ നിന്നൊരു കൃപ പ്രാപിക്കാമെങ്കിൽ, ഇതിനകത്തൊരു സംഘം എഴുന്നേറ്റ് വരാമെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയാം, ചിലര് 2-3 പേരെ കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നഷ്ടപ്പെട്ട പല സ്വപ്നങ്ങളും തിരിച്ചു പിടിക്കാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അതിനൊക്കെ മനസ്സ് വെക്കാൻ ആര് തയ്യാറാകുന്നോ അതൊരു വലിയ മൂവ്മെന്റായി മാറാനിടയാകും. ഒരുപാട് പേരുടെ നഷ്ടസ്വപ്നങ്ങൾ. വിവാഹം കഴിച്ചൊക്കെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി എന്തെല്ലാം സ്വപ്നമായിട്ടാണ് ചെല്ലുന്നത്. ചിലപ്പോൾ 1 മാസം 2 മാസം കഴിയുമ്പോഴായിരിക്കും അവിടെ എല്ലാ സ്വപ്നം തീർന്നു എന്ന് മനസ്സിലാകുന്നത്. പിന്നെ പ്രശ്നങ്ങളായി, ചിലപ്പോൾ ആത്മഹത്യയായി, ചിലപ്പോൾ സ്വത്രം വേർപിരിയലായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനിടയിൽ കയറാൻ ദാനിയേലിനെ പോലെ ചിലരിതിനകത്തുണ്ടെങ്കിൽ ചിലരെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ഒരു ദൂത് ദാനിയേൽ പ്രവചനത്തിനകത്ത് ഇപ്പോൾ കയറേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇതിനകത്ത് ദൈവാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, പണം നഷ്ടപ്പെട്ട, ജീവിതം നഷ്ടപ്പെട്ട, ബിസിനസ് പൊളിഞ്ഞ, സകല സ്വപ്നവും നഷ്ടപ്പെട്ട ചിലരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഈ സഭയിൽ ചിലര് സംഘം ചേർന്ന് എഴുന്നേറ്റാൽ അവരെ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുതരാം. ദൈവം വിശ്വസ്തനാണ്. അത് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ തയ്യാറാണോ? അതൊരു വലിയ സാക്ഷ്യമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ ചില പ്രാർത്ഥനകളൊക്കെ സംഘം ചേർന്ന് ഒരുമിച്ചിരുന്ന് കർത്താവിന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാവും. അപ്പോസ്തല പ്രവൃത്തിയിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ. ഒറ്റയ്ക്ക് നിനക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ചില വേള വരുമ്പോൾ നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ചിലരെ കണ്ടുവെക്കണം.
അഭിപ്രായം പറയാനല്ല, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാനൊരു ഉപദേശമായി പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിലും ആരോടും പറയാതെ പ്രാർത്ഥിച്ച വിഷയത്തിന് ഒരു ചലനവുമില്ലെങ്കിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രണ്ടുപേരോട് പങ്കുവെച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കുന്ന നിമിഷം ആ നഷ്ടപ്പെട്ട വിഷയങ്ങളെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ചില വിഷയങ്ങളുടെ മറുപടി ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വർഗം നമുക്ക് തരാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ മറുഭാഗത്ത് ചിലർ തയ്യാറാകണം. ഒരാൾ ഒരു സങ്കടം പറഞ്ഞാൽ, ഒരാൾ ഒരു ഭാരം പറഞ്ഞാൽ, ഒരു ദിവസം അവർക്ക് വേണ്ടി അവധിയെടുത്താണെങ്കിലും അവൾ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതിനകത്തൊരു ശുശ്രൂഷയായി ചിലർ കാണാൻ തയ്യാറായാൽ അവരെ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം തരും. അങ്ങനെ ചിലരെ ഇതിനകത്ത് ദൈവാത്മാവ് ഇന്ന് രക്തം കൊണ്ട് മുദ്ര വെച്ച്, ആത്മാവിൽ മുദ്ര വെച്ച് ദൈവം വേർതിരിക്കുന്നത് പോലെ എത്ര പേര് പ്രാർത്ഥന ഒരു ശുശ്രൂഷയായി. അങ്ങനെ തന്നെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ചോദിക്കുന്നു. പ്രവചനം ഒരു ശുശ്രൂഷയാണ്, പ്രസംഗം ഒരു ശുശ്രൂഷയാണ്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. ഇതെല്ലാം ഒരു ശുശ്രൂഷയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ചിലർക്ക് വേണ്ടി പേരും പ്രസക്തി ഒന്നുമില്ല, ഒരു പ്രതിഫലമില്ല. ആഴ്ചയിൽ ഒരിക്കൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവധിയെടുത്ത് വീട്ടിലിരിക്കാൻ ഇതിനകത്ത് ചിലർ തയ്യാറായി. അവര് മുഖാന്തരം നൂറുകണക്കിന് ആത്മാക്കളെ, നഷ്ടപ്പെട്ടവരെ ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇതിനകത്ത് ചിലരെ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ദൈവം മറുപടി പറയുകയാണ്. ഹല്ലേലൂയ. അവരോട് കർത്താവ് മറുപടി പറയുകയാണ്. നിനക്ക് കർത്താവ് ഒരു ആത്മീക ദൗത്യം തരാം. സ്തോത്രം. ആരും അറിയണ്ട, ആരോടും പറയണ്ട. ഒരു പക്ഷെ 10 മിനിറ്റ് ഇവിടെ സമയം തന്നാൽ 4 വാക്യങ്ങൾ കൂട്ടിവെച്ച് പറയാനുള്ള ത്രാണിയും കഴിവും ഇല്ലെങ്കിൽ അതൊരു കുറവായി കണക്കാക്കണ്ട. സ്വർഗം തുറക്കുമ്പോൾ പ്രതിഫല വിഭജന ദിവസത്തിൽ ആരും അറിയാത്ത പ്രതിഫല കൂട്ടം കയ്യിൽ കിട്ടേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഒരു ശുശ്രൂഷയായി ഏറ്റെടുക്കാൻ ഇതിനകത്ത് എത്ര പേർ തയ്യാറാകും? അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് ചില വൻപന്മാരെ ഇട്ടുതരും ദൈവം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ചിലപ്പോൾ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ബേഥേൽ ഏജിയിൽ നിന്നൊരു ടീമിനെ തന്നെ വീടുകളിൽ, വലിയ കൊട്ടാര തുല്യമായ വീടുകളിൽ വിളിച്ചു കയറ്റി ഇവിടുത്തെ പൊളിറ്റിക് ലീഡേഴ്സിന്റെ വീടുകളിൽ നഷ്ടസ്വപ്നങ്ങളെ തിരിച്ചു പിടിക്കാൻ. ഞാൻ വെറും വാക്ക് പറയുന്നതായിട്ട് വിചാരിക്കരുത്. ആത്മാവ് ചിലരെ ഇതിനകത്ത് തട്ടി ഉണർത്തുകയാണ്. നീ അതിന് വില്ലിംഗ് ആയാ മതി, തയ്യാറായാ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം അത് ചെയ്യാതിരിക്കില്ല. ഹല്ലേലൂയ. ദാനിയേലിനെ പോലെ ഈ ബൈബിൾ പഠിക്കുമ്പോൾ ഓരോരുത്തരുടെ ഓരോ രീതിയുണ്ട്. ദാനിയേലിന്റെ ഈ മിനിസ്ട്രി മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചിലരുടെ വിഷയം ഏറ്റെടുക്കുക, അവരോട് പറയുക, ഇപ്പൊ പോയി തൂങ്ങിച്ചാവരുത്, ഇപ്പൊ വടിയും ആളെടുത്ത് വെട്ടുവും കുത്തും ചെയ്യരുത്. സ്തോത്രം. ഞങ്ങൾക്കൊരല്പസമയം എന്താ എന്ന് പറഞ്ഞ് സമയം ചോദിച്ചു വാങ്ങിച്ച് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ ശാന്തമാകാനുള്ള കൃപ നമ്മളിലൂടെ ദൈവം തരും. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അതൊരു കൃപയായിട്ട് ഏറ്റെടുക്കാമോ? അതൊരു ശക്തിയായിട്ട് ഏറ്റെടുക്കാമോ? ദൈവം നിനക്ക് ചെയ്ത നന്മയ്ക്ക് തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിനോട് നന്ദിയുള്ള ഹൃദയത്തോടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കാം. അതാരൊക്കെയായിരിക്കും കയ്യിലേക്ക് വരുന്നതെന്ന് പറയാനൊക്കില്ല. അന്ത്രയോസ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് ബൈബിളിനകത്ത്. അദ്ദേഹം വലിയ പ്രഭാഷകനായിട്ടൊന്നും കാണുന്നില്ല. കർത്താവിൻ്റെ അപ്പോസ്തലിക ഗണത്തിന് ആദ്യം വന്നയാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സ്തോത്രം, ഹല്ലേലൂയ, മറ്റുള്ളവരെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനൊരു പുസ്തകത്തിൽ അടുത്ത കാലത്ത് വായിച്ചു. ബില്ലി ഗ്രഹാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പല ടീമുകളെ അദ്ദേഹം സജീവമാക്കി. ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമാണ്. സ്തോത്രം. അപ്പം അദ്ദേഹത്തിൻ്റെ ലോകവ്യാപകമായി കിടക്കുന്ന മിഷൻ പ്രവർത്തനങ്ങൾക്കകത്ത് അദ്ദേഹം ഒരു പേരിട്ടു, മിഷൻ ആൻഡ്രൂസ്. സ്തോത്രം. അങ്ങനെ ഒരു പേരിട്ടിട്ട് അദ്ദേഹം ലോകം മുഴുവൻ സംഘത്തെ, അവർ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരല്ല, ചിലപ്പോൾ 10 മിനിറ്റ് കൊടുത്താൽ സ്തോത്രം ഒന്നും പറയാൻ പറ്റാത്തവരായിരിക്കാം. അങ്ങനെ ഒരു സംഘത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു. മിഷൻ ആൻഡ്രൂസ്. ഒന്നും ചെയ്യണ്ട. സ്തോത്രം.
ആരെങ്കിലും ഒതുങ്ങി തളർന്നിരിക്കുന്നെങ്കിൽ അവരെ ഒരു ദൈവദാസന്റെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുക. സ്തോത്രം. അത് മാത്രം ചെയ്യുന്നൊരു സംഘത്തെ രൂപീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റെന്തിനേക്കാൾ അധികം ആളുകളെ കർത്താവിനെങ്കിലേക്ക് അടുപ്പിക്കാൻ പറ്റിയത് മിഷൻ ആൻഡ്രൂസിലെ പ്രവർത്തകരാണ്. സ്തോത്രം. അവരിവിടെ ആരുമല്ല, അവരുടെ പേരൊരു നോട്ടീസിനും വന്നില്ല, ആരും ഒരു വേദിയിലും അവരെക്കുറിച്ച് പ്രശംസിച്ചില്ല. പക്ഷെ ഇതിനെല്ലാം പ്രതിഫലം സ്വർഗത്തിലാണ്. പരിശുദ്ധാത്മാവ് ഈ ഭാഗമൊക്കെ വായിച്ചു മറന്ന ഭാഗമൊക്കെ ഇന്ന് പകലക്കാലം ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ പറയുന്നത്, ഇതിനകത്ത് ചില അന്ത്രയോസുമാരെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലക്കാലം ദൗത്യം ഫലമേൽപ്പിക്കുക, ചിലരെ ദൈവത്തോട് അടുപ്പിക്കാൻ. ബർന്നബാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബൈബിളിലുണ്ടല്ലോ. വലിയ പ്രഭാഷകനല്ല, വലിയ ക്രൂസൈഡ് അദ്ദേഹം നടത്തിയിട്ടില്ല. പക്ഷെ കർത്താവിൻ്റെ കയ്യിൽ പിന്നത്തേതിൽ ശക്തമായിട്ട് പ്രയോജനപ്പെടേണ്ട പൗലോസ് അടക്കമുള്ള ആളുകളെ പലരും തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണ മാറ്റി അദ്ദേഹത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് കൂടെ കൊണ്ടു നടന്ന് വളർത്തിക്കൊണ്ടുവരുത്താൻ മനസ്സുണ്ടായൊരു മനുഷ്യനാണ് ബർന്നബാസ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇതൊക്കെ ഇതിനകത്തുള്ളത് കൊണ്ട് ദൈവം പറയുന്നു, സ്തോത്രം, ദാനിയേല് പ്രവാചകനാണ്, ദാനിയേല് അറിയപ്പെട്ട ദർശകനാണ്. അന്തർദേശീയ പൊളിറ്റിക് വിഷനുകൾ, രാഷ്ട്രീയ പ്രവചനങ്ങൾ അദ്ദേഹം കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തുടക്കം ഇതാണ്: ഒരു സ്വപ്നം നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ സ്വപ്നം പ്രാർത്ഥനാ മുറിയിൽ വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പിടിച്ചു കൊടുത്തതോടുകൂടെ അദ്ദേഹത്തിൻ്റെ മിഷൻ അദ്ദേഹത്തിൻ്റെ ആത്മീകതയുടെ മാറ്റം, ശുശ്രൂഷയുടെ മാറ്റം ഉളവായി. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആര് തയ്യാറാകുന്നോ അവരിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാനിടയാകും. ഒരു ദൗത്യം ഏറ്റെടുക്കാൻ കർത്താവിന് മുമ്പിൽ തയ്യാറായാൽ സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. പൗലോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഏത്? റോമാലേഖനം 1-ാം അധ്യായത്തിൽ റോമ കാണണം എന്നുള്ള പ്രാർത്ഥന. അതൊരു രഹസ്യ പ്രാർത്ഥനയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് സ്തോത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്തുകൊണ്ടാണ് അത് രഹസ്യ പ്രാർത്ഥനയായിരുന്നു എന്ന് പറയാൻ കാരണം, അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, സ്തോത്ര ഹല്ലേലൂയ, എപ്പോഴെങ്കിലും ദൈവേഷ്ടപ്രകാരം റോമയൊന്ന് കാണണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. അതിനർത്ഥം, സ്തോത്രം, വേറെ ആരും അതിന് സാക്ഷിയില്ല. ഇപ്പം നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നു, ഓൺലൈനും കൂടി ഉള്ളതാണ്. എന്തെല്ലാം വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ വിഷയത്തിന് ഒത്തിരി പേര് സാക്ഷിയായി കഴിഞ്ഞു. കാരണം എന്താ? പാസ്റ്റർ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു, എൻ്റെ മോളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ വിഷയങ്ങളെല്ലാം ഒത്തിരി പേര് കേട്ടു, അതിന് ഒത്തിരി പേര് സാക്ഷിയാണ്. എന്നാൽ പൗലോസ് പറയുന്നു, എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ആരും സാക്ഷിയില്ല, ദൈവം മാത്രമേ സാക്ഷിയുള്ളൂ. അതിനർത്ഥം എന്താ? പ്രാർത്ഥനാ മുറിയിലെ സാക്ഷി ദൈവം മാത്രമാണ്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവർ കേട്ടോളണം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സാക്ഷി ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം മാത്രം സാക്ഷി നിൽക്കുന്ന ചില പ്രാർത്ഥനകൾ നിങ്ങൾക്കും കണ്ടേക്കാം, ആരോടും പറയാതെ. അങ്ങനെയുള്ളവർ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയാം, സ്വർഗത്തിലെ ദൈവമല്ലാതെ എൻ്റെ ഈ കണ്ണീരിന് ആരും സാക്ഷിയില്ല. വീട്ടിൽ ആരും അറിയുന്നില്ല, എൻ്റെ കുടുംബത്തിൽ ആരും അറിയുന്നില്ല, എൻ്റെ കൂടപ്പുറപ്പുകൾ അറിയുന്നില്ല, എൻ്റെ കൂട്ടായ്മക്കാർ അറിയുന്നില്ല, എൻ്റെ കൂട്ടാളി അറിയുന്നില്ല. ആരും അറിയാതെ ഒറ്റയ്ക്ക് ദൈവം മാത്രം സാക്ഷിയായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ എനിക്കും ഉണ്ടെന്ന് പറയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, അപ്പനറിയാതെ, അമ്മയറിയാതെ, സഭ പോലും അറിയാതെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം സാക്ഷിയാണെങ്കിൽ ഒരു ദിവസം ദൈവം അത് പൊട്ടിച്ച് പുറത്തെടുക്കാതിരിക്കില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഇതിനകത്ത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നന്ദിയോടെ 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 എല്ലാവരും ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത്, അത് മറക്കരുത്, മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ നിങ്ങൾ കരമടിക്കുന്നതിനിടയിൽ, അന്യഭാഷ പറയുന്നതിനിടയിൽ, സ്തോത്രം ചെയ്യുന്നതിനിടയിൽ സ്വർഗത്തിലെ ദൈവം ഒരു യോദ്ധാവിനെ പോലെ നിന്റെ രഹസ്യ പ്രാർത്ഥനയുടെ മറുപടിക്കായി ദൈവം ഇറങ്ങി വരണം. കൃപ 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 കൃപ. ആത്മാവിൽ ഞാൻ നിങ്ങളെ ഉറപ്പിച്ചു പറയാം, കുറെ കാലമായി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം, ആ വിഷയത്തിന് ഒരു നടപടി ഉണ്ടാകണം.
ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് കുറേ കാലമായി എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, എപ്പോഴെങ്കിലും എനിക്ക് റോമയിലൊന്ന് ചെല്ലണം, എപ്പോഴെങ്കിലും റോമയിൽ ചെന്നൊന്ന് സ്തോത്രം കാണണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം കുറേ കാലം പ്രാർത്ഥിച്ചു. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭം വന്നപ്പോൾ, ഇനി മുന്നോട്ടുള്ള കാലങ്ങൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കേണ്ടി വന്നപ്പോൾ മനസ്സിൽ നിശ്ചയിച്ചു, റോമയൊന്ന് കാണണം. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ദൂതിൻ്റെ പ്രസക്തമായ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കയറാം. ഒത്തിരി നാളായി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, നന്മ കാണാൻ ആഗ്രഹിക്കുന്ന, ഒരു വിടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം സ്വർഗം അത് പരിഗണിക്കുന്ന ദിവസമാണ്. വിശ്വസിച്ചോളണം. ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കറങ്ങി നടക്കുന്നവരല്ല, ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയം സ്വർഗം പരിഗണിക്കാതിരിക്കില്ല. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹൃദയത്തിൽ നിശ്ചയിച്ചു, ഇനി അധികം താമസിയാതെ നടപ്പിലാക്കണം. കയ്യിലൊന്നുമില്ലെങ്കിലും, എങ്ങനെ നടക്കുമെന്നറിയില്ലെങ്കിലും, ഈ ദിവസങ്ങളിൽ ഹൃദയത്തിൽ നിശ്ചയിച്ചിറങ്ങി തിരിച്ച വിഷയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ദൈവത്തിന് എന്തൊക്കെയോ പറയാനുണ്ട്. സ്തോത്രം. സ്വർഗം അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ ഇപ്പൊ വരെ പറഞ്ഞു നിർത്തിയതനുസരിച്ച് ദീർഘകാലമായി പ്രാർത്ഥിക്കുകയും, സ്തോത്രം, ഈ അടുത്ത സമയത്ത് ഹൃദയത്തിൽ നിശ്ചയിക്കുകയും ചെയ്ത വിഷയം, ആ വിഷയത്തെക്കുറിച്ച് സ്വർഗത്തിൻ്റെ അഭിപ്രായം എന്തെന്നുള്ളതാണ് 23:11 വായിച്ചത്. ഒന്നോടെ നമുക്ക് ആവർത്തിക്കാം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്ക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചെയ്തു. കേട്ടെ, ഈ വാക്യം മറ്റ് രണ്ട് വാക്യങ്ങൾക്കകത്ത് താൻ പ്രാർത്ഥിക്കുകയും ഹൃദയത്തിൽ നിശ്ചയിക്കുകയും ചെയ്ത വിഷയം 23:11 വന്നപ്പോഴേക്കും ആ വിഷയത്തിൽ കർത്താവ് ഇടപെട്ടു. കർത്താവ് ഇടപെട്ടിട്ട് ഒരു രാത്രി കർത്താവ് വന്നിട്ട് പറയുകയാണ്, ധൈര്യമായിരിക്കുക, നീ എന്നെ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. സ്തോത്രം. കേട്ടെ, ഇത്രയും നാള് പ്രാർത്ഥനാ വിഷയമായി കിടന്ന വിഷയം ഈ അടുത്ത സമയത്ത് ഹൃദയത്തിലെ ഒരാഗ്രഹമായിരുന്ന വിഷയം ഇപ്പോൾ അതൊരാലോചനയായി മാറി, അല്ലെങ്കിൽ കർത്താവിൻ്റെ അരുളപ്പാടായി മാറി. സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം ഇടപെടുമ്പോൾ, ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം അറിയുമ്പോൾ, ആ വിഷയത്തെ ആലോചനയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഇത്രയും നാളും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമായി കിടന്ന വിഷയത്തെ സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ പ്രാർത്ഥനയിൽ അതൊരാഗ്രഹമല്ല, ഇപ്പോൾ അത് ദൈവത്തിന്റെ ആലോചനയായി. യേശു വന്നിട്ട് പറഞ്ഞു, കർത്താവ് വന്നിട്ട് പറഞ്ഞു, നീ എന്നെ നീ സ്തോത്രം റോമ കാണണമെന്നല്ലേ ആഗ്രഹിച്ചത്. പക്ഷെ കർത്താവ് വന്ന് പറഞ്ഞത്, ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുന്നവനാ കർത്താവ്. കാണണമെന്ന് ആഗ്രഹിച്ചവനെ മോശ കണ്ടതുപോലെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് വിടുന്നവനല്ല. കർത്താവ് പറഞ്ഞു, സ്തോത്രം, നീ കാണുകയല്ല, യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമയിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. അതിനർത്ഥം എന്താ? ഞാൻ നിന്നെ റോമ കാണാൻ വേണ്ടി വിടുകയല്ല, എന്നെ സാക്ഷീകരിക്കാൻ വേണ്ടി വിടുകയുള്ളൂ. ഹല്ലേലൂയ. ഇതുവരെ ഞാൻ നിന്നെ വിട്ട് ഒരു സ്ഥലത്തും കാണാൻ വേണ്ടി വിട്ടിട്ടില്ല. ഒരു സ്ഥലത്തും, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു സ്ഥലത്തും നിന്നെ ഞാൻ ടൂറിസ്റ്റ് വിസയിൽ വിട്ടിട്ടില്ല. പോയിടത്തെല്ലാം മിഷണറി വിസയില വിട്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വർഗം പറയുന്നു, നീ റോമ കാണാനല്ല പോകുന്നത്, റോമയിൽ എന്നെ സാക്ഷീകരിക്കണം. ഹല്ലേലൂയ. ഒന്ന് കാണാൻ ആഗ്രഹിച്ചവനോട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പറയുന്നു, എനിക്കൊന്ന് കണ്ടാ മതി എന്ന് ആഗ്രഹിച്ചവനോട്, കാണാൻ മാത്രമല്ല, നിനക്കവിടെ ചില ദൗത്യം കൂടെ ഉണ്ട്, എന്നെ സാക്ഷീകരിക്കാൻ എന്ന് കർത്താവോട് ഉറപ്പ് തരികയാ. ഒരു രാത്രി കർത്താവ് വന്നിട്ട് പറയുന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ
റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഞാൻ നിങ്ങളോട് പറയാം, കുറേ കാലം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ചില വിഷയത്തിനൊക്കെ ഒറ്റ പ്രാവശ്യത്തെ പ്രാർത്ഥന കൊണ്ട് മറുപടി കിട്ടും. ചിലപ്പോൾ ഒറ്റ പ്രാവശ്യത്തെ പ്രാർത്ഥന കൊണ്ട് മറുപടി കിട്ടിയില്ലെന്ന് വരും. കുറച്ച് നാൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു ദൂതാക്കി മാറ്റും, ഒരാലോചനയാക്കി മാറ്റും. ഇവിടെ റോമ കാണണമെന്നുള്ള ആഗ്രഹം യേശുക്രിസ്തു ഒരു അരുളപ്പാടായി കൊടുത്തു. നീ റോമ കാണും. സ്തോത്രം. ഇന്ന് റോമ നഗരത്തെ അല്ല പ്രസംഗിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ മക്കളുടെ നന്മ കാണാൻ നിങ്ങൾ കുറേ കാലമായി ആഗ്രഹിക്കുന്നെങ്കിൽ എന്നും അതൊരാഗ്രഹമായി കിടക്കുകയല്ല, അതൊരാലോചനയായി മാറും. യേശുവിൻ്റെ നാമത്തിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്തോത്രം ആ നന്മയെ ഒരാലോചനയാക്കി മാറ്റാൻ ദൈവമായ കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നടകൊള്ളുന്നത് നിങ്ങൾ തിരിച്ചറിയുന്ന പക്ഷം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം, എൻ്റെ ആയുഷ്കാലത്ത് ദൈവമേ എനിക്കിതോടെ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ആയുഷ്കാലത്ത് ഇതോടെ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയത്തെ ദൈവം ഏറ്റെടുക്കും, സ്വർഗം ഏറ്റെടുക്കും. ഏറ്റെടുത്തിട്ട് അതിനെ ആലോചനയാക്കി മാറ്റാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം നീ എഴുതി വെച്ചിരിക്കുന്ന വിഷയം, ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന വിഷയം, ആരോടൊക്കെയോ പങ്കുവെച്ച വിഷയം, നീ കരയുന്ന വിഷയം, ചില ദിവസങ്ങൾ വേറിട്ട് ഉപവസിക്കുന്ന വിഷയം, ആ വിഷയം ദൈവമായ കർത്താവ് ഇന്ന് പകലിൽ ഒരാലോചനയായി, അരുളപ്പാടായി, ഒരു ദൂതായി ഒരാലോചനയായി മാറട്ടെ, അരുളപ്പാടായി മാറട്ടെ. ആഗ്രഹങ്ങളെ ആലോചനയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകലക്കാലം സഭയിൽ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കരമടിച്ചോ, കരമുയർത്തിയോ, അന്യഭാഷ പറഞ്ഞോ, മഹത്വം കൊടുക്കുക. സ്വർഗം അത് ചെയ്യാൻ തുടങ്ങുകയാണ്. ഭക്തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഖനിക്കുന്നവനല്ല ദൈവം. പ്രാർത്ഥനാ വിഷയങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നടക്കാതെ വണ്ണം അതിനെ തടയുന്ന ശക്തികൾ കണ്ടേക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം നിന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. സ്തോത്രം. പക്ഷെ ആലോചനയ്ക്ക് ഗ്യാരണ്ടി ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനകളും, ഞാൻ ഈ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ഈ വാക്ക്, ചിലപ്പോൾ എല്ലാ പ്രാർത്ഥനകൾക്കൊന്നും മറുപടി ഉണ്ടായെന്ന് വരികയല്ല. പക്ഷേ ദൈവം ആ വിഷയത്തെക്കുറിച്ച് ഒരു ആലോചന പറഞ്ഞാൽ അതിന് ഗ്യാരണ്ടി ഉണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗം എന്നോട് പറയുന്നത് നിങ്ങളിൽ ചിലരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഗ്യാരണ്ടി ഉള്ളതാകുകയാണ്. അത് ഇവിടത്തെ ഒരു കമ്പനിയുടെ ഗ്യാരണ്ടി അല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചനയുടെ ഗ്യാരണ്ടിയായി. എന്നോട് ദൈവം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, നീ ഇനി അതിനു വേണ്ടി അധികം കരയേണ്ടി വരില്ല, നീ അതിനു വേണ്ടി ഇനി കാത്തിരിക്കേണ്ടി വരില്ല, അതിനു വേണ്ടി ഇനി പണം മുടക്കേണ്ടി വരില്ല, അതിനു വേണ്ടി ഇനി നീ ആരോട് പങ്കുവേ. ഹല്ലേലൂയ. ഉഡാരാബാന ശകാനയാദരക്ഷസിയ ഓറികേമ ശേകേ രേകേ മൗഠരേ അടവം ധരേ ദരാക്ഷനാദിയാര. ആമേൻ, 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 ആമേൻ. ചൂടാ രഗന ദഗന ശബന റിഗന രഗനേ ശംദന റിഗദന വൈഡഗ രഗദന ഹടഗജനാഥന റീവൽ ശബന ഹടഗജനാഥന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ, ആത്മശക്തിയോടെ എന്റെ കർത്താവ് എനിക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് സ്വർഗം ഇന്ന് പകൽക്കാലം ഗ്യാരണ്ടി തരികയാണ്. നീ റോമ കാണുമെന്നുള്ള കാര്യത്തിൽ എതിര് ആരൊക്കെ നിന്നാലും, നിന്റെ തലയ്ക്ക് വില പറഞ്ഞാലും, നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയാലും, യേശു പറയുന്നു നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കാം എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയായി. സ്തോത്രം. ഇതുവരെയുള്ള ആഗ്രഹമായിരുന്നു, പക്ഷെ സ്വർഗം അതിന് ഗ്യാരണ്ടിയാക്കി. കർത്താവ് പറയുന്നു ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്നൊരാഗ്രഹമാണ്. ഞാൻ അതിനെ കളപ്പോൾ ഒരു വാക്കൂടെ കടത്തി പറയാം. കർത്താവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ സ്തോത്രം വെറുതെ യാത്ര ചെയ്യുകയല്ല. ചില കാര്യങ്ങളൊക്കെ ഇത്ര നല്ലൊരു ദൈവത്തെ നമുക്ക് കിട്ടിയപ്പോൾ, ഇത്രയും പ്രതീക്ഷ നൽകുന്നൊരു ദൈവത്തെ കിട്ടിയപ്പോൾ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഇതുപോലത്തെ കുറെ നല്ല ആഗ്രഹങ്ങൾ
ആഗ്രഹങ്ങളെ മുഴുവൻ പൂജിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ഭക്തന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം നമുക്കുണ്ടെന്നുള്ള കാര്യം ഈ വാക്യത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇത്രയും നല്ലൊരു ദൈവത്തെ കിട്ടിയപ്പോൾ മക്കളെക്കുറിച്ച് നല്ലത് ആഗ്രഹിക്കുക, കുടുംബജീവിതത്തെക്കുറിച്ച് നല്ലത് ആഗ്രഹിക്കുക. നിങ്ങളെ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ ഉന്നതമായി ആഗ്രഹിക്കുക. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾക്ക് മിഷൻ യാത്രകൾ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുക, നിങ്ങളുടെ കാല് കുത്താൻ ആഗ്രഹിക്കുക. സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ വിഷയത്തിൻ്റെ മേൽ ഇടപെടുന്ന ദൈവമാണെന്ന് ഞാൻ ഈ ഭാഗത്തെ കുത്തി തെളിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ മനസാക്ഷിക്ക് ബോധ്യമാകുന്നെങ്കിൽ ആരുടെയെങ്കിലും കൂടെ കൂട്ടുവരുന്നത് പോലെ നിങ്ങളൊരു സഭയ്ക്കകത്തിരിക്കരുത്. നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച്, നിങ്ങളുടെ സഭയെ കുറിച്ച്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച്, നിങ്ങളുടെ മക്കളെ കുറിച്ച് സ്വപ്നങ്ങൾ കാണുക, ദൈവത്തോട് പറയുക, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, ഹൃദയത്തിൽ നിശ്ചയിക്കുക. അങ്ങനെ ഹൃദയത്തിൽ നിശ്ചയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ഇന്ന് തന്നെ അങ്ങ് വന്നിട്ട് ഇടുകുടുക്ക ചോറും കറി എന്ന് പറയുന്ന പോലെ വന്നു ഒരു കുറിപ്പെടുത്തി കൊടുത്ത് പ്രാർത്ഥിക്കുന്ന അന്ന് തന്നെ ഒന്നും ചിലപ്പോൾ എല്ലാ കാര്യവും നടന്നെന്നിരിക്കുകയല്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറെ കാലമായി ആരും അറിയാതെ എപ്പോഴെങ്കിലും ദൈവഹിതപ്രകാരം എനിക്ക് അവിടെ വന്നൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച പ്രാർത്ഥന കുറെ കഴിഞ്ഞപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് കയറി ആഗ്രഹത്തെ ആലോചനയാക്കി മാറ്റി. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ചില കർത്തൃദാസന്മാരോട്, ദൈവദാസിമാരോട് പറയാം, കുറച്ച് കാലമായി നീ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ആ വിഷയമുണ്ടല്ലോ, അത് ഇന്ന് പകൽക്കാലം ദൈവം സ്വർഗത്തിന്റെ ഫയലിൽ ചേർക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവം അത് ഏറ്റെടുക്കുക. കർത്താവ് നിന്നോട് പറയുകയാണ്, ആ കാര്യം ഞാൻ നടത്തി തരും. ഹോളി സ്പിരിറ്റ് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യണം. ഏതൊക്കെ കാര്യമാണെന്ന് നിങ്ങൾ ഉറക്കണം. ആ വിഷയത്തിന് മേൽ ഇന്ന് പകൽക്കാലം ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. 23-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ആലോചന അല്ലെങ്കിൽ ആഗ്രഹം ഒരാലോചനയായി. കർത്താവ് ആ കാര്യത്തിന് ഗ്യാരണ്ടി കൊടുത്തു, നീ റോമേ ചെല്ലും, റോമയിൽ എന്നെ സാക്ഷീകരിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യം അതീവ ഗൗരവമായി ചിന്തിക്കണം. 28-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഞാൻ വായിപ്പിച്ചിരുന്നു. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, അവിടെ സഹോദരന്മാരെ കണ്ടു, തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. അടുത്തത്, പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ റോമയിലെത്തി എന്ന്. 23-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കുമെന്ന് കർത്താവ് അരുളപ്പാട് അറിയിച്ചു. 28-ന്റെ 14-ലാണ് റോമയിലെത്തുന്നത്. അത്രയും ഗ്യാപ്പുണ്ട്. പക്ഷേ യേശുക്രിസ്തു വന്നിട്ട് നീ എന്നെ റോമയിൽ സാക്ഷീകരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം 28-14 റോമയിലെത്തുന്നതിനേക്കാൾ മുമ്പ് ഈ കർത്താവ് പറഞ്ഞ ഈ അരുളപ്പാട് നടക്കാതിരിപ്പാൻ ഞാൻ ഈ ഭാഗം സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ പൗലോസ് റോമയിൽ എത്താതിരിക്കാൻ ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികൾ വ്യത്യസ്തവും പ്രഗത്ഭവുമായ 9 വിധ പോരാട്ടങ്ങൾ കടലിലും കരയിലും അഴിച്ചുവിട്ടു. ഒന്നോടെ പറയാം, സ്തോത്രം. റോമയൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. അതൊരു സ്വപ്നം മാത്രമായിരുന്നു, ഒരാഗ്രഹം മാത്രമായിരുന്നു. എന്നാൽ നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കുമെന്ന് പറഞ്ഞത് ഒരരുളപ്പാടാണ്. ഞാൻ പറയുന്ന വാക്ക് നിങ്ങളൊന്നോടെ ശ്രദ്ധിച്ചു കേട്ടോ. ആഗ്രഹങ്ങളോട് പോരാട്ടമില്ല, ആലോചനയോട് പോരാട്ടമുണ്ട്. സ്തോത്രം. മനസ്സിലായോ? നമ്മുടെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമുക്കിന്നതൊക്കെ ചെയ്യണം, നമുക്ക് കർത്താവിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ചിരിക്കാം, ഒരു പോരാട്ടവും ഇല്ല. സ്വപ്നങ്ങൾ നമുക്ക് പങ്കുവെക്കാം, പടം വരച്ച് ഭിത്തിയിലൊട്ടിക്കാം, ഒന്നും പ്രശ്നവുമില്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിൽ അത് നിനക്ക് വേണ്ടി സംഭവിക്കുമെന്നൊരാലോചനയായാൽ
അന്നു മുതൽ പോരാട്ടം ആരംഭിക്കും. അന്നു മുതൽ ലോകത്തിലെങ്ങുമില്ലാത്ത പ്രശ്നം നിന്നെ തേടി വരാൻ തുടങ്ങും. സ്തോത്രം. നിങ്ങൾ പേടിച്ചു പോയി എന്നറിയാം. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വരണ്ടായിരുന്നു എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വരുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇതിനൊക്കെ ഒരു വഴിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഒരു കാര്യം നിന്നിൽ നിറവേറ്റുമെന്ന് പറഞ്ഞാൽ അതിനെതിരെ അന്നു മുതൽ പോരാടാൻ സാത്താൻ പലരെയും നിർത്തിയെന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ അഡ്വാൻസായി പറയാം, ആരൊക്കെ പോരാടിയാലും നീ പിന്മാറാതിരുന്നാൽ എത്തുമെന്ന് പറഞ്ഞെടുത്ത് ദൈവം എത്തിക്കും. ഉടാരാബാന ശന്തനാരകക്ഷസിയ. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, 2024 മെയ് മാസത്തിലും നീ പുറകോട്ട് പോകരുത്, പിടിച്ചു നിൽക്കുക. നീ എത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മേഖലയുണ്ട്, നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ സ്ഥാനമുണ്ട്. അവിടെ ദൈവം എത്തിച്ചിരിക്കും. അതിനിടയിൽ വരുന്ന ഏത് പോരിനെയും പോർവിളിയെയും തകിടം മറയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്, ദൈവത്തിന്റെ ദൂതിന് ശക്തിയുണ്ടെന്ന് മറക്കരുത്. 9 വിധ പോരാട്ടങ്ങളും ഈ പകൽ മീറ്റിംഗിൽ, ഈ വേദിയിൽ പറഞ്ഞു തീർക്കാൻ സമയമില്ലെന്ന് എനിക്കറിയാം. കാരണം പറഞ്ഞു വരുമ്പോൾ അതിനകത്തെല്ലാം അസാധാരണമായിരിക്കുന്ന ദൂതുകൾ കാണും. അത് ഓരോന്നും വിശദീകരിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കേണ്ടി വരും. അല്ല, അത്യാവശ്യം 1-2 പറയാം. നിങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെയാണ് ആ കപ്പൽ യാത്രയൊക്കെ. ആ കപ്പലിനകത്തൊക്കെ എന്തെല്ലാം പ്രശ്നം നടന്നു. ഇതെല്ലാം നടന്നത് വേറൊന്നുമല്ല, റോമയിൽ എത്തരുത്, എത്തിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അഴിച്ചുവിട്ടു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം, 28-14 എന്തൊക്കെ വന്നാലും ഞങ്ങൾ റോമയിലെത്തി. ഹല്ലേലൂയ. ഞാൻ ആ വാക്ക് വീണ്ടും പറയാം. ആകാശത്തും ഭൂമിയിലുമുള്ള സകല ഭൂതപ്രേതങ്ങളും അന്ധകാര ശക്തികളും ഇവിടുത്തെ സകല അന്യാരാധന വ്യാപാരങ്ങളും നിന്റെ പുറകെ വന്നാലും, നിന്നെ തകർത്ത് കളഞ്ഞാലും, നീ കയറിയ വാഹനത്തെ ഇല്ലാതാക്കിയാലും, വാക്കു പറഞ്ഞവൻ യേശുവാണെങ്കിൽ, വാഗ്ദത്തം ചെയ്തവൻ കർത്താവാണെങ്കിൽ, നിന്നെ അവിടെ എത്തിക്കാൻ, നിന്റെ സന്തതി അവിടെ എത്തിക്കാൻ ഈ വാക്കിന് കഴിവുണ്ട്. Glory be shikana reki athoniara bachasiya. Hallelujah, hallelujah. അതുകൊണ്ട് കരമടിക്കുന്നവരോട്, ആത്മാവിൽ ആരാധിക്കുന്നവരോട്, എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കുന്നവരോട് ഞാൻ പറയാം, ഇതിനിടയിൽ വരുന്ന ഒരു കൊടുങ്കാറ്റിനെ പേടിക്കരുത്. ഈ കാറ്റുകൾ അടിക്കുമ്പോഴെല്ലാം 23:11 നിന്നോട് പറഞ്ഞ യേശുവിന്റെ വാക്കിനെ മാത്രമേ നീ കാണാവൂ. ബാക്കിയുള്ളതെല്ലാം നിർവീര്യമായിക്കോളും. ഓൺലൈനിൽ 100 കണക്കിന് ആൾക്കാർ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ബാംഗ്ലൂർ വരെ എത്താൻ പറ്റി കാണില്ല. എവിടെയൊക്കെ ഇരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, തളരരുത്. നിന്നോടൊരു കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളരരുത്. യേശു പറഞ്ഞ വാക്കിന്റെ പുറകെ അന്ധകാര ശക്തികൾ പന്തം കൊളുത്തി പോരാടിയാലും എന്റെ ദൈവം അതിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് സ്വർഗം പറഞ്ഞ വാക്ക് ഗ്യാരണ്ടിയാണ്. ഉന്നതന് മഹത്വം കൊടുത്ത് ആരാധിക്ക്, മഹത്വം കൊടുത്ത് ആരാധിക്ക്. നടക്കാൻ പോകുക, നടക്കാൻ പോകുക. നീ നിന്റെ പ്രാർത്ഥനയുടെ ഡെസ്റ്റിനിയിലേക്ക്, ദൈവം പറഞ്ഞ ആ വലിയ പോയിന്റിലേക്ക് എത്താൻ പോകുക. ഇനി താമസിക്കില്ല, ഇനി താമസിക്കില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഹോംവർക്ക് ചെയ്യണം. 23-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴേക്ക് 28-ാം അധ്യായം വരെ എപ്പോഴെങ്കിലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇടയിലോ ഇത് കഴിഞ്ഞിട്ടോ ഈ ദൂതിൻ്റെ പശ്ചാത്തലത്തിലും നിങ്ങളൊന്ന് വായിച്ച്, ഒരു പേനയും കൊണ്ടിരുന്ന് വായിച്ച് വിലയിരുത്തണം. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും വലിയ വലിയ പ്രശ്നങ്ങൾ. അത് മുഴുവൻ വിശദീകരിക്കാൻ ഞാനിവിടെ ദൂതിൻ്റെ ഇടയ്ക്ക് സമയമെടുക്കുന്നില്ല, കാരണം നിങ്ങൾക്കത് ഗ്രഹിക്കാനുള്ളതേ ഉള്ളൂ. എങ്കിലും ഞാൻ അത്യാവശ്യവും അനിവാര്യമായിരിക്കുന്ന 1-2 കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന വിധങ്ങളെക്കുറിച്ച് പറയാം. സ്തോത്രം. നിങ്ങൾ നോക്കി 23-12 നോക്കുക. 12 ആദ്യത്തെ സ്തോത്രം വലിയൊരു ഈ ദൂത് കേട്ടതിന് ശേഷം നടക്കുന്ന പിന്നീടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ആലോചന വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ. 12 എന്താ എഴുതിയിരിക്കുന്ന? നേരം വെളുത്തപ്പോൾ
നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40 പേര് ആയിരുന്നു. നോക്കൂ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 11ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് രാത്രിയിൽ വന്നിട്ട് പറഞ്ഞു, നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കും. അടുത്ത വാചകം, നേരം വെളുത്തപ്പോൾ. നേരം വെളുത്തപ്പോൾ, ഒരു മാസം കഴിഞ്ഞിട്ടല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, നേരം വെളുത്തപ്പോൾ രാത്രി യേശു വന്ന് പറഞ്ഞു. എത്ര മണിക്കായിരിക്കും യേശു വരുന്നത്? അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റിയല്ല. സ്തോത്രം. രാത്രി ഏതോ ഒരു സമയത്ത്, അർദ്ധരാത്രി ആയിരിക്കാം എന്ന് വിചാരിച്ചു. യേശു വന്നിട്ട് പറഞ്ഞു, നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കും. ഒരു പഠനത്തിന് വേണ്ടി ഒരു 12 മണി കൂട്ടിക്കും. രാത്രി പൗലോസിനോട് പറഞ്ഞു, നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കും. നേരം വെളുത്തപ്പോൾ. നേരം വെളുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 8 മണി കൂട്ടിക്കൂ. രാവിലെ 8 മണിക്കൂർ. നേരം വെളുക്കുന്നതിനേക്കാൾ മുമ്പ് സാത്താൻ 40 പേരെ സംഘടിപ്പിച്ചു. ഇവനെതിരെ, ഇവനെ കൊന്നിട്ടല്ലാതെ ഇനി ഞങ്ങൾ ആഹാരം കഴിക്കുകയില്ല എന്ന് ശപഥം ചെയ്തു. നമ്മളൊന്ന് ഓർത്ത് നോക്കി, 40 പേരെയൊക്കെ സംഘടിപ്പിക്കാൻ സാത്താന് SMS-ഉം ഇമെയിലും ഫോണും ഒന്നും ഇല്ലാത്ത കാലത്ത് നിമിഷം മതിയായിരുന്നു. സ്തോത്രം. ഒരു യോഗത്തിനൊക്കെ നമ്മൾ 40 പേരെ സംഘടിപ്പിക്കാൻ എന്തോ പാടാന്നറിയാമോ? നമ്മൾ ഗ്രൂപ്പിലിടണം, റൂട്ട് മാപ്പ് ഇട്ട് കൊടുക്കണം, വണ്ടി കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്തിട്ട് കൊടുക്കണം, ചിലരെ കുളിപ്പിച്ച് കുപ്പായ ഇടിയിക്കണം. ബാംഗ്ലൂരില്ല, കേരളത്തിൽ. ആളക്കൂട്ടം എടുക്കാൻ സാത്താനാണ്. സ്തോത്രം. കാരണം നിമിഷം കൊണ്ട് അവൻ ആളെ കൂട്ടും. 40 പേരെ ഒറ്റ രാത്രി കൊണ്ട് കൂട്ടി. നേരം വെളുക്കുന്നതിനൊക്കെ 40 പേര് ഒരുമിച്ച് ഒരു മനസ്സോടെ പറയുകയാണ്, ഇവനെ കൊന്നിട്ടല്ലാതെ ഇനി ഞങ്ങൾ ആഹാരം കഴിക്കത്തില്ലെന്ന് ശപഥം ചെയ്തു. സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇങ്ങനെ 40 പേര് സംഘം ചേർന്ന് പൗലോസിനെ കൊല്ലണമെന്ന് ചരിത്രത്തിൽ, ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു ഓപ്പോസിഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ യേശു രാത്രി വന്ന് പറഞ്ഞു, നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ, റോമയിൽ നിന്നെ എത്തിക്കത്തില്ല, നേരം വെളുക്കുന്നതിനേക്കാൾ നിന്നെ തട്ടിക്കളയുമെന്ന് പറയുന്ന 40 പേര് ഒന്നിച്ചു കൂടിയിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ ആഹാരം കഴിക്കണമെങ്കിൽ ഇവനെ തട്ടിയിട്ടേ കഴിക്കുള്ളൂ. അത്രയ്ക്ക് സ്ട്രോങ് ആയ ഒരു ടീം തന്നെ, ചാവേറെന്ന് പറയാം, മരിക്കാൻ തയ്യാറായ ഒരു സംഘം തന്നെ പൗലോസിനെതിരെ സാത്താൻ എഴുന്നേൽപ്പിച്ചു. 40 പേരായിരുന്നു. സ്തോത്രം. അതിനവർ ഗൂഢാലോചന ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. പൗലോസിനെ അന്തോണിയ കോട്ട എന്നറിയപ്പെടുന്ന കേസ് വിസ്താരം നടക്കുന്ന ആ വലിയ സ്തോത്രം കോമ്പൗണ്ടിനകത്ത് നിന്ന്, ഇതൊരു വിവാദമായിരിക്കുന്ന പ്രശ്നമായിരിക്കാൻ, ഒരു കോടതിയിൽ തീർക്കത്തക്ക രീതിയിലുള്ള പ്രശ്നമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ 40 പേർ വളരെ തന്ത്രപരമായി പറഞ്ഞു, പൗലോസിനെ കീഴ്ക്കോടതിയിൽ നിന്ന് സ്തോത്രം പ്രധാന കോടതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കേസ് മാറ്റണം എന്ന് സമ്മർദ്ദം കൊടുത്ത് പൗലോസിനെ കോടതിയിൽ നിന്ന് മറ്റേ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന വഴി അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഓടിച്ചു വായിച്ച് കേൾപ്പിക്കാം. മൂപ്പന്മാരുടെ അടുക്കൽ ചെന്നു, ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയോളം ഒന്നും ആസ്വദിക്കില്ല എന്ന് കഠിന ശബ്ദം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മതയോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാബ്ദിനോട് അപേക്ഷിപ്പിൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളയാൻ ഒതുങ്ങിയിരിക്കുന്നു. നോക്കുക, ന്യായാധിപനോട് നിങ്ങൾ പറയണം, സ്തോത്രം, ഇവനെ കോടതി സമുച്ചയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇവനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളുടെ തെളിവെടുക്കാൻ വേണ്ടി കൊണ്ടുവരാനുള്ള വ്യാജേന ന്യായാധിപനെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് അവനെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ നിങ്ങൾ അവനെ കൊണ്ടുവരുമ്പോൾ എത്ര വലിയ പട്ടാള സംഘത്തിൻ്റെ കാവലിലാണെങ്കിലും ഈ കോടതിയിൽ നിന്ന് അടുത്ത കോടതിയിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ അവനെ തട്ടിക്കളഞ്ഞിരിക്കും എന്ന് ഈ 40 പേർ കഠിന ശപഥമെടുത്തിരിക്കുന്നു. ഈ കാര്യങ്ങൾ തമ്മിൽ കൈമാറുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നു. എന്താ അത്ഭുതം എന്നറിയോ? അവിടെ എഴുതിയിരിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ്. പൗലോസിൻ്റെ പെങ്ങടെ മകൻ ഈ ഗൂഢാലോചന അറിഞ്ഞു.
എത്ര വലിയ തന്ത്രത്തിൻ്റെ അകത്തും സ്വർഗത്തിലെ ദൈവം ചിലരെ കയറ്റിവിടും. സ്തോത്രം. ദൈവത്തിൻ്റെ ആളുകൾ എവിടെയുണ്ട് നമുക്ക് മനസ്സിലായി. ഏറ്റവും വലിയ സ്പൈ വർക്ക് ഇവിടുത്തെ ഒരു കമ്പനിയുടെ അല്ല, ദൈവത്തിൻ്റെയാണ്. ഞാൻ സ്തോത്രം ഒരുപാട് വ്യാഖ്യാന പുസ്തകങ്ങൾ അന്വേഷിച്ചു. ഈ പൗലോസിന്റെ പെങ്ങടെ മകൻ ഇവിടെ വരുന്നതിന്റെ കാരണം എന്താ? ലൂക്കോസാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. അദ്ദേഹത്തിന്റെ എഴുത്തുകളെ കുറിച്ച് വളരെ വ്യക്തമായി വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. കാരണം ഏതൊരു കാര്യവും സൂക്ഷ്മ പരിശോധന നടത്തി വായനക്കാർക്ക് സംശയത്തിന്റെ ഒരു ചെറിയ കണിക പോലും കൊടുക്കാതെ പഴുതടച്ചെഴുതുന്ന ഒരു സ്വഭാവക്കാരനാണ് ലൂക്കോസ്. അതിനെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുമുണ്ട്. ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പഠിക്കുന്നവർ അത് എഴുതി വെച്ച് പിന്നീട് നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത സൂക്ഷ്മ പരിശോധന നടത്തി എല്ലാം തെളിവുകൾ ശേഖരിച്ചെഴുതുന്നയാളാണ്. പൗലോസിന്റെ പെങ്ങടെ മകൻ പട്ടാളക്കാരനാണോ? ആയിരുന്നെങ്കിൽ ലൂക്കോസ് എന്തെങ്കിലും ഒരു സൂചന എഴുതിയിരുന്നേനെ. സ്തോത്രം. ഇനി എന്തിനാണ് ഇത്രയും വലിയൊരു ഗൂഢാലോചന നടക്കുന്നത്? ചായക്കടയിൽ പരിപ്പോടെ നിന്നുകൊണ്ടിരുന്നോണ്ടായിരിക്കുകയല്ലോ, വളരെ രഹസ്യത്തിലായിരിക്കുകയില്ലേ? അപ്പൊ അവരുടെ രഹസ്യ സംഭാഷണങ്ങൾ ഈ പെങ്ങടെ മകൻ കേൾക്കണമെങ്കിൽ അദ്ദേഹം ആരായിരിക്കും നമുക്കറിയില്ല. വേദപുസ്തക ചരിത്രത്തിൽ വഴിതിരിച്ചു വിടാൻ നമുക്ക് വലിയ റോളൊന്നും ഇല്ലാത്ത പലരെയും ദൈവം വഴിത്തലക്കൽ നിർത്തിയിരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പണ്ട് യോസേപ്പിനെ അപ്പൻ്റെ യാക്കോബ് സഹോദരന്മാരോട് ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി സ്തോത്രം മലരും സാധനമൊക്കെ ആയിട്ട് കൊടുത്തയച്ചപ്പോൾ സ്തോത്രം അവിടെ ചെന്നപ്പോൾ ദോദാനി ചെന്നു, അവിടെയാണ് ആടിനെ തീറ്റുന്നതെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവരവിടെ ഇല്ല. പാവം യോസേപ്പ് അവിടെ എല്ലാം കൊട്ടയ്ക്കകത്ത് ഈ പലകാരം ചുമ്മിക്കൊണ്ട് നടന്നിട്ട് കാണാനില്ലായിരിക്കുക. ഒറ്റ മനുഷ്യനില്ലാത്ത നിർജ്ജന പ്രദേശത്ത് ആടുകളെ തീറ്റി നടന്നവരുടെ അറിയില്ല. അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഒരാളവിടെ നിൽക്കുന്നു. അയാൾ ചോദിക്കുന്നു, നീ കുറേ നേരം ആയല്ലോ കറങ്ങി നടക്കുന്നു, നീ ആരെയാ തപ്പുന്നേ? ആ മനുഷ്യനോട് യോസേപ്പ് പറഞ്ഞു, എൻ്റെ ചേട്ടന്മാരിവിടെ ആടുകളെ തീറ്റുന്നുണ്ടായിരുന്നു, അവരെ തപ്പി വന്നതാണ്, എൻ്റെ അപ്പം പറഞ്ഞയച്ചാണ്. അപ്പം ഈ മനുഷ്യൻ പറയുക, ഇവിടെ ആടുകൾക്ക് വലിയ തീറ്റയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ശേഖേമിലേക്ക് പോകാമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അല്ലാതെ ഈ ചേട്ടനോട് പറഞ്ഞിട്ടല്ല പോയെ, എൻ്റെ അനിയൻ വരുമ്പോൾ പറഞ്ഞേക്കണം ഞങ്ങളിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ടല്ല പോയെ. ഇങ്ങേര് പറയാണ് ഞാൻ കേട്ടു. സ്തോത്രം. അങ്ങനെ ഒരു മനുഷ്യൻ കേട്ടില്ലായിരുന്നെങ്കിൽ യോസേപ്പിന്റെ ചരിത്രം ചിലപ്പോൾ വേറൊന്നായി പോയേനെ. സ്തോത്രം. ആ കേട്ട മനുഷ്യൻ പറഞ്ഞ വാക്കനുസരിച്ചിട്ടാണ് ഇദ്ദേഹം അവിടെ ചെല്ലുന്നത്, അവിടെ വെച്ച് പൊട്ടക്കിണറിൽ പിടിച്ചിടുന്നത്, അവിടെ നിന്ന് ഇസ്മായിലെ കച്ചവടക്കാർക്ക് വിൽക്കുന്നത്, അവിടെ നിന്ന് പൊത്തിപേറിന്റെ വീട്ടിൽ ചെല്ലുന്നത്, അവിടെ നിന്ന് ജയിലിൽ ചെല്ലുന്നത്, അവിടെ നിന്ന് ഫറവോന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നത്, അവിടെ നിന്ന് മിസ്രയീമിന്റെ മന്ത്രിയാകുന്നത്. അതിന്റെ വഴിത്തിരിവിന് വഴി കാണിച്ചവനാണ് പേരില്ലാത്ത ഈ മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഒരു ദൂത് നിറവേറാൻ നമ്മളാരും അറിയാത്ത ആരെയൊക്കെ വഴിയിൽ നിർത്തും ദൈവം. യേശുവിന്റെ നാമത്തിൽ നിനക്ക് മുഖപരിചയമില്ലാത്ത, നിനക്ക് മുൻപരിചയമില്ലാത്ത, നിന്റെ ലൈഫിൽ വല്ല റോളൊന്നുമില്ലാത്ത, നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെയോ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചു വിടാൻ സ്വർഗം വഴിത്തിരക്കൽ നിർത്തിയിട്ടുണ്ട്. വഴിത്തിരക്കൽ നിർത്തിയിട്ടുണ്ട്. ഈ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും അവർ നിന്റെ അടുക്ക വന്നിരിക്കും. അവർ നിന്നോട് പറഞ്ഞിരിക്കും, ഈ രീതിയിൽ പൊക്കോളാൻ സ്വർഗം അങ്ങനെ ചിലരെ ഈ പുസ്തകത്തിനകത്ത് നിർത്തിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഓരോ ദൂതും ഒപ്പിയെടുത്ത് ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ആമേൻ, 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 ആമേൻ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറാൻ, നീ ചെല്ലേണ്ടിടത്തേക്ക് ചെല്ലാൻ, നീയായി മാറാൻ, ദൈവത്തിന്റെ കൃപകളാൽ നിറയാൻ, ദൈവത്തിന്റെ കാര്യപരിപാടികൾ നിർവഹിക്കാൻ, ആ വഴിയിലേക്ക് പോകാൻ സ്വർഗം ചിലരെ നിനക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ട്. അവരെ ദൈവം ഇതിനകത്തേക്ക് ഏറ്റിവിടും. പൗലോസിന്റെ പെങ്ങടെ മോൻ ഇത് കേട്ടു. അവൻ വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, പൗലോസിന്റെ അച്ചാ ഇങ്ങനൊരു വിഷയം. സ്തോത്രം. പറഞ്ഞു, നീ ശതാധിപനോട് പറയാൻ പറഞ്ഞു. സ്തോത്രം. എന്താണെങ്കിലും 40 പേര് ആഹാരം കഴിക്കാതെ പൗലോസിനെ കൊന്നു കളഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ ആഹാരം കഴിക്കത്തില്ലെന്ന് കഠിന ശപഥം ചെയ്തവർ, അവരുടെ തന്ത്രം ഫലിച്ചില്ല. സ്തോത്രം. നമുക്കറിയില്ല. ഞാനിങ്ങനെ ഒരാക്ഷേപഹാസ്യമായി പറഞ്ഞ ആ ഭാഗം വിടാം. പൗലോസിനെ കൊന്നിട്ടല്ലാതെ ആഹാരം കഴിക്കത്തില്ലെന്ന് പറഞ്ഞവർ ആഹാരം കഴിക്കാതെ ചത്തുപോയോ നമുക്കറിയില്ല. അവരെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. സ്തോത്രം. ആ ശപഥം നടന്നോ, അതെയോ നാണം കെട്ട് നാരങ്ങ വെള്ളം കുടിച്ച് അവസാനിപ്പിച്ചോ
നമുക്കറിയില്ല ആ കാര്യം. സ്തോത്രം. എന്താണെങ്കിലും നമുക്കൊരു കാര്യം അറിയാം, പൗലോസിനെ തൊടാൻ പറ്റില്ല, അവൻ റോമയിലെത്തി. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, നിങ്ങളുടെ ജീവന് വിരുദ്ധമായി, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി, നമ്മുടെ സഭയ്ക്കെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി ജീവിപ്പിക്കത്തില്ല, ഈ പട്ടണത്തിൽ നിർത്തത്തില്ല, നീ വന്നിടത്ത് ജീവൻ സമ്മതിക്കത്തില്ല, വാഴാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ഗൂഢാലോചന നടത്തിയ വൻകിട സംഘങ്ങൾ ഇന്നവരെവിടാന്നറിയില്ല. പക്ഷെ ദൈവം വാക്ക് പാലിച്ചു, അവൻ നമ്മളെ നിർത്തി. അതിന് നന്ദിയുള്ളവർ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, അങ്ങയെപ്പോലൊരു ദൈവമില്ലെന്ന് പറഞ്ഞ് ദൈവത്തിന് കൊടുക്കാവുന്ന മഹത്വം മുഴുവൻ കൊടുക്കുക. നിന്നെ ഇതിനകത്ത് ശുശ്രൂഷക വൃന്ദത്തിൽ ഒരാളായി ഇരുത്തത്തില്ലെന്ന് അകത്തും പുറത്തും പോരാടിയപ്പോഴും എൻ്റെ ദൈവമാണ് വാക്ക് പറഞ്ഞതെങ്കിൽ ഇന്നും നീ ആ സ്ഥാനത്തിരിക്കുന്നെങ്കിൽ ഓർത്തോളണം, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ വിശ്വസ്തനായതുകൊണ്ടാണ് നിന്നെ നിർത്താനിടയായത്. ഹല്ലേലൂയ. 40 പേര് കൂടി ഗൂഢാലോചന നടത്തി റോമിലെത്താതിരിക്കാൻ, യേശു പറഞ്ഞ വാക്ക് നിറവേറാതിരിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടും നടന്നില്ല. നമ്മുടെ കർത്താവ് അത് പൊളിച്ചു കളഞ്ഞു. ഒരു പെങ്ങടെ മോനെ കൊണ്ട് പദ്ധതി പൊളിപ്പിച്ചു. നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി ഗൂഢാലോചന നടത്തുന്ന ആരൊക്കെ ഉണ്ടോ അവർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക, ദൈവത്തിന്റെ മക്കൾക്ക് വിരോധമായി, അവരുടെ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി അന്ധകാര ശക്തികളെ, ദുർഭൂത വ്യാപാരങ്ങളെ നിങ്ങൾ 40 പേരെ കയറ്റിവിടുമ്പോൾ എന്റെ ദൈവം ഒരു കൊച്ചു ചെറുക്കനെ കയറ്റിവിട്ടാ മതി. അത് മതി ദൈവത്തിന് ജയാരവത്തിന്. ഇന്ന് പകൽക്കാലം തന്ത്രങ്ങൾ പൊളിക്കാൻ സ്വർഗം ചിലരെ കയറ്റിവിടട്ടെ. സാത്താന്റെ കോട്ടയെ പൊളിക്കാൻ ദൈവം ചിലരെ കയറ്റിവിടട്ടെ. സ്വർഗം ചിലരെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കയറ്റിവിടുന്ന ദിവസമാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പഴയ മലയാളി അമ്മച്ചിമാര് പറയാറുണ്ട്, 1000 കോഴിക്ക് അരക്കാടാന്ന്. നിങ്ങൾ പഴയ മലയാളി അമ്മച്ചിമാരല്ലാത്തത് കൊണ്ട് ഞാൻ സോറി പറയുന്നു. സ്തോത്രം. പഴയ കാരണം 1000 കോഴിക്ക് അരക്കാട എന്നതുപോലെ സാത്താൻ ഒരുക്കിയ 40 പേർക്ക് ദൈവം ഒരുക്കിയ ഒരു പെങ്ങടെ മോൻ. മറ്റേ 40 പേരെ പൊട്ടിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു കൊച്ചി ഇറക്കം മതി. ഇന്ന് പകൽക്കാലം നിനക്ക് വിരോധമായി ഉരുണ്ടുകൂടിയിരിക്കുന്ന സകല തന്ത്രങ്ങളെയും എന്റെ ദൈവത്തിന് ഇല്ലാതാക്കാൻ, എന്റെ ദൈവത്തിന് നിർവീഹാൻ ഈ ആരവത്തിനിടയിൽ, ഈ ആരാധനക്കിടയിൽ നിന്നെ എത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന ശക്തിയോട് സ്വർഗം പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ ചിലരെ നിനക്ക് വേണ്ടി കയറ്റിവിടാൻ പോകുകയാ. ഹല്ലേലൂയ. എത്ര പരീക്ഷ എഴുതിയാലും നീ ജയിക്കാതിരിപ്പാൻ, നീ എത്തുമെന്ന് ദൈവം പറഞ്ഞെടുത്ത് എത്താതിരിക്കാൻ, ആവർത്തിച്ച് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് മനസ്സ് മുരുടിക്കാൻ, എത്ര പ്രാർത്ഥിച്ചാലും ഫലിക്കത്തില്ലെന്ന് നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ, അങ്ങനെ പോരാടുന്ന ശക്തിയുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഏതെങ്കിലും ഒരാളെ കയറ്റിവിടും. അവൻ പദ്ധതി പൊട്ടിച്ച് താഴെ കൊണ്ടുവരും. വിശ്വസിച്ചോ. ഇന്ന് നിർവീര്യമാകിയ ഗൂഢാലോചനകൾ, ഗൂഢസംഘങ്ങൾ, അന്ധകാര കൂട്ടുകെട്ടുകൾ വിശുദ്ധന്മാർക്ക് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി, ഉണർവിന് വിരോധമായി, ആരാധനയ്ക്ക് വിരോധമായി, നിന്റെ ആത്മീകത്തിന് വിരോധമായി, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കെതിരായി ദുഷ്ടനെ ദൈവം പൊട്ടിച്ചു. ഓരോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് 9 എണ്ണം പറയണമെന്ന് ആവേശമുണ്ട്. നിങ്ങളുടെ ആവേശം കാണുമ്പോൾ അതിനേക്കാൾ ഞാൻ ആവേശം കൊള്ളുകയാണ്. പക്ഷെ 9 എണ്ണം പറയാൻ ഞാൻ സമയമെടുക്കുകയല്ല. ഓരോടെ ഞാൻ പറയാം. ഓരോടെ ദൈവം സ്തോത്രം പൊട്ടിച്ചു കളഞ്ഞതിനെ കുറിച്ച് പറയാം. നോക്കണേ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു വാക്കോടെ നമുക്ക് പറയാം. അതിന് 24-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങൾ. ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവധി വെച്ചു. ഞാൻ വായിച്ചത് 24-ന്റെ 22, 23 ശതാധിപനോട് അവനെ തടവിൽ സൂക്ഷിച്ച് ദയ കാണിപ്പാനും അവൻ്റെ സ്നേഹിതന്മാർ അവനെ ശുശ്രൂഷ ചെയ്യുന്ന വിരോധിക്കായി ഇരിപ്പാനും കൽപ്പിച്ചു. ഇനി ഞാൻ 27 വായിക്കുക. 27-ാം വാക്യം കൂടി.
2 ആണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാഴിയായി പെർക്യോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടിട്ട് പോയി. ഞാൻ ചുരുക്കി പറയാം, ചരിത്രമാണ്. അതിൽ നിന്ന് നമ്മുടെ ദൂതിലേക്ക് കൊണ്ടുവരികയാണ്. 9 പ്രധാനപ്പെട്ട അടവുകളും തടസ്സങ്ങളും കർത്താവ് റോമിലെത്തുമെന്ന് പറഞ്ഞതിന് നടക്കാതിരിക്കാൻ വേണ്ടി പൗലോസിന് വിരോധമായി ഒരുക്കിയതിനെ സ്വർഗം പൊളിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, പൗലോസിനെ അവിടെ നിന്ന് ഈ 40 പേരുടെ ആലോചന പ്രകാരം കാര്യങ്ങൾ നടന്നില്ല എങ്കിലും കേസ് തീർന്നില്ല. ആ വിഷയം നേരെ പൗലോസിനെ ജയിലിലേക്ക് അയച്ചു. അന്ന് കോടതിയിൽ ഗവർണർ തന്നെയാണ് വിധി പറയുന്നത്. നമ്മുടെ കർത്താവിനെ വിസ്തരിക്കുമ്പോൾ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസാണ്. അതിനുശേഷം ഈ പ്രദേശങ്ങളുടെ ഗവർണറായി വന്നത് ഇവിടെ എഴുതിയിരിക്കുന്നു ഫെലിക്സാണ്. നമ്മൾ വായിച്ചു 22-ാമത്തെ വാക്യത്തിൽ. ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും, അഥവാ പൗലോസിന്റെ കേസിനെ കുറിച്ച്, പൗലോസ് ഒരു ക്രിമിനൽ അല്ല, അദ്ദേഹം ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ആളല്ല, ചെയ്തവനല്ല, സുവിശേഷം പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ യഹൂദന്മാരുമായിട്ടൊരു ചെറിയ ടഗ്ഗുണ്ട്. അതല്ലാതെ പ്രമാദമായിരിക്കുന്ന ഒരു കേസിന്റെ വഴിയില്ല എന്നുള്ള വ്യക്തമായ അറിവ് ഫെലിക്സ് എന്ന ജഡ്ജിക്കുണ്ടായിരുന്നിട്ടും പൗലോസിന്റെ കേസ് ഒരിക്കലും ഇദ്ദേഹം തീർക്കുകയല്ല. സ്തോത്രം. കേസ് വിളിക്കും. ഈ മാസം മെയ് മാസം 26-ാം തീയതി പൗലോസിന്റെ കേസിന്റെ ഡേറ്റ് ആയിരിക്കും. ഗവർണറുടെ മുമ്പിൽ ഹാജരാകും. വളരെ സന്തോഷത്തോടെ വർത്തമാനം പറയും. പക്ഷെ കേസിന്റെ വിധി നടപ്പാക്കിയില്ല. എന്തെങ്കിലും ഒഴുക്കൊഴുക്ക് അല്ലെങ്കിൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പറയും, നിന്റെ കേസിന്റെ ഫയൽ ഇരിക്കുന്നത് സഹസ്രാധിപന്റെ കയ്യിലെന്ന്. സഹസ്രാധിപൻ ലീവാണ്. അതുകൊണ്ട് മെയ് മാസം 26-ാം തീയതി കേസിനകത്ത് വിധി പറയുന്നില്ല. കേസ് ഡിസംബർ 3-ാം തീയതിക്ക് നീട്ടി വെച്ചിരിക്കുന്നു. അങ്ങനെയാണല്ലോ കേസ് മാറ്റി വെക്കുന്നത്. അപ്പൊ ഡിസംബർ 3 വരെ പിന്നെയും പൗലോസ് ജയിലിൽ പോകണം. ഇങ്ങനെ വിധി പറയാൻ 1 മാസം പോലും വേണ്ടാത്തൊരു കേസിന്റെ വിധി പറയാതെ ഈ വലിയ മനുഷ്യന്റെ ആയുസിന്റെ നീണ്ട 2 വർഷങ്ങൾ, അങ്ങനെ എഴുതിയിരിക്കുന്ന 27-ാം വാക്യം ഞാൻ വായിച്ചത് 2 ആണ്ട് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് വായിച്ചത്. അതിൻ്റെ അർത്ഥം 2 വർഷങ്ങൾ പല പ്രാവശ്യം പൗലോസിനെ വിചാരണയ്ക്കും വിസ്താരത്തിനും വിളിക്കും, പക്ഷെ ഒന്നും ചെയ്യല. സ്തോത്രം. ഒന്നുകിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കണം, അല്ലെങ്കിൽ വിട്ടയക്കണം. ഇത് രണ്ടും ചെയ്യാതെ, സ്തോത്രം, കേസിന്റെ വിധി പറയാതെ കോടതി അഥവാ ഗവർണർ ചുമ്മാ പൂച്ച എലിയെ തട്ടിക്കളിക്കുമ്പോൾ തട്ടിക്കളിക്കുക. 2 കൊല്ലമായി വിധി പറയുകയല്ല. ഞാൻ വീണ്ടും നിങ്ങളോട് ദൂത് പറയാം, എന്നേ തീരേണ്ട വിഷയമായിരുന്നു പലതും. നമ്മൾ കാരണം കൊച്ചു കാര്യമുള്ളൂ, ചെറിയ വിഷയം, അവർക്കറിയാം, പക്ഷെ അവർ ചെയ്യുകയല്ല. മനഃപൂർവ്വം വട്ടം കറക്കാൻ വേണ്ടി 10 പ്രാവശ്യം കയറി ഇറങ്ങാനും നടക്കാതിരിക്കാൻ, കാലങ്ങൾ പാഴാക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുറകിൽ അങ്ങനെ ഒരു കളി നടക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു ഹിസ്റ്ററി പഠിപ്പിക്കാൻ വന്നതല്ല, പക്ഷെ ദൂത് പറയാൻ വന്നതാണ്. ഇന്ന് കർത്താവ് അതും പൊളിച്ചിട്ടേ നിൽക്കോളൂ. ഹല്ലേലൂയ. എടാ, റോമിലെത്തുമെന്ന് ദൂത് കിടക്കുന്നവനെ ജയിലിനകത്ത് അടച്ചിട്ട് വിധി പറയാതെ, വിട്ടുകൊടുക്കാതെ നിന്റെ അഴികൾക്കകത്തിട്ടോണ്ടിരിക്കാൻ അധികം നാള് ദൈവം സമ്മതിക്കയില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ കിടക്കുന്നത് ഇരുമ്പഴിക്ക് പുറകിലല്ലെങ്കിലും നിങ്ങളുടെ മനപ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും ശാരീരിക ക്ലേശത്തിൻ്റെയും സാമ്പത്തിക ഞെരുക്കത്തിൻ്റെയും കുടുംബ കലഹത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും ആരോടും പറയാൻ പറ്റാത്ത വലിയ വേദനയുടെയും അഴികളുടെ പുറകിൽ കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടായിട്ടും ഞരങ്ങിക്കൂടുന്ന ചിലര് ഇതിനകത്ത് നിന്നുണ്ടായിരിക്കാം. അവരോട് ദൈവം പറയുന്നു, ഇനി അധികം താമസിക്കുകയല്ല, ദൈവം എഴുന്നേൽക്കുകയാണ്. ഞാൻ ആദ്യം പറയും, എൻ്റെ എല്ലാ മെസ്സേജിൻ്റെ തുടക്കത്തിൽ ഞാൻ 10 മിനിറ്റ് കളയുന്നതല്ല. എന്നോട് ദൈവം പറയും, ഇന്ന് നടക്കാൻ പോകുന്നത് ഇതാണെന്ന്. ഇന്ന് പകലത്തെ സെഷനിൽ ദൈവം എന്നോട് പറഞ്ഞു, ജനം മഹത്വം കൊടുക്കുമ്പോൾ ഞാനൊരു യോദ്ധാവിനെ പോലെ വരുമെന്ന്. അതിന്ന് പകൽക്കാലം ഇതിനകത്ത് നിനക്ക് വേണ്ടി ഒരു പ്രവാചകനല്ല, ഒരു അപ്പോസ്തലനല്ല, ഒരു ദൂതനല്ല, എൻ്റെ ദൈവം തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയാ. ദൈവം ഇടപെടുകയാ. സ്തോത്ര. ഹല്ലേലൂയ. കേൾക്കണം. 2-3 മിനിറ്റോടെ ഞാൻ വേഗത്തിൽ നിർത്തിക്കോളാം. നോക്കൂ, 2 വർഷമായിട്ട് ഫെലിക്സ് കൃത്യസമയത്ത് ആളെ വിളിക്കും. എന്നിട്ട് വിധിപ്പകർപ്പിനകത്ത് എഴുതി വെക്കും, ഇവനെ ആരെങ്കിലും കാണാമെന്നെങ്കിൽ കണ്ടോട്ടെ, അവർ പരിപ്പോടെ ചായ മേടിച്ചു കൊടുക്കണേ കുടിച്ചോട്ടെ, അതിനൊന്നും വിരോധമില്ല. പക്ഷെ പുറത്ത് വിടുകയല്ല.
സ്തോത്രം പുറത്തു വിടിയല്ല. അങ്ങനെയല്ല അവിടെ വായിച്ചത്. അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ്. ഞാൻ ചുമ്മാ വരെ തമാശ പറഞ്ഞതല്ല. അവിടെ എഴുതിയിരിക്കുന്നു, ശതാധിപനോട് പറഞ്ഞു തടവിൽ സൂക്ഷിച്ച് ദയ കാണിപ്പാനും അവൻ്റെ സ്നേഹിതന്മാർ അവനെ ശുശ്രൂഷ ചെയ്യാനും. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്താൽ തിന്നോട്ടെ, എന്നും കുഴപ്പമില്ല, പക്ഷെ വിടരുത്. അങ്ങനെ ഫെലിക്സിനെ സാത്താൻ കയ്യിലെടുത്ത് റോമയിൽ പോകാതിരിപ്പാൻ ദൈവം പറഞ്ഞ വാഗ്ദത്തം മനഃപൂർവമായി 2 കൊല്ലമായിട്ടിട്ട് പഴിപ്പിക്കുക. സ്തോത്രം. കർത്താവ് പറഞ്ഞത് 5 കൊല്ലം കഴിയുമ്പോൾ ചെല്ലുമെന്നല്ലല്ലോ, എന്നേ ചെല്ലേണ്ടതാ റോമയിൽ. പക്ഷെ ചെല്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് ചുറ്റിക്കറക്കുക. 2 കൊല്ലം ഈ മനുഷ്യന്റെ പാഴാക്കി. എന്തോ ചെയ്യുന്നറിയാമോ? 2 കൊല്ലം കഴിഞ്ഞപ്പോൾ, നമ്മൾ 27-ാം വാക്യത്തിൽ വായിച്ചത്, 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാഴിയായി പെർക്യോസ് ഫെസ്തോസ് വന്നപ്പോൾ, അതിനർത്ഥം എന്താ? 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം ഫെലിക്സിനെ എടുത്തു മാറ്റി ആ സ്ഥാനത്ത് ഫെസ്തോസിനെ ഗവർണറായി കൊണ്ടുവന്നു. സ്തോത്രം. ഞാൻ ഈ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ ഫെലിക്സിനോട് പറയാൻ തോന്നി. എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു 100 വട്ടം അയാളോട് പറയുകയും ചെയ്തു. സ്തോത്രം. എന്നറിയാം, ഈ മനുഷ്യന് ഇവിടെ നിന്നൊരു ട്രാൻസ്ഫർ ഉണ്ടാവേണ്ട കാര്യമില്ല. ചത്തുപോയതാണോ സ്ഥലമാറ്റമാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ആളെ മാറ്റിയിട്ട് അടുത്ത ആളെ ദൈവം കൊണ്ടുവന്നു. സ്തോത്രം. ഈ മനുഷ്യൻ ഇവിടെ ദീർഘവർഷമായിട്ടിരിക്കുക. എവിടെ എഴുതിയിരിക്കുന്നത്? 10-ാം വാക്യം, 24:10. സംസാരിക്കാമെന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയാരെ പൗലോസ് ഉത്തരം പറഞ്ഞത്, ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെസ്തോസിനോടുള്ള സംഭാഷണം ആരംഭിക്കുന്ന പൗലോസ്. അതിനർത്ഥം ഈ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അനേക സംവത്സരമായി. അപ്പൊ അതിനർത്ഥം എന്താ? ഈ സ്ഥലം മാറ്റം ഇല്ലായിരുന്നു. അനേക സംവത്സരമായി ഇവിടെ തന്നെ ഗവർണറായിരുന്ന ആളാണ്. ഞാൻ ഫെലിക്സിനോട് പറഞ്ഞു, എടോ സ്തോത്രം, ഇയാൾക്ക് ഈ കസേരയിലിരുന്ന് മരിക്കായിരുന്നു, ഉപദേശിയോട് കളിക്കാതിരുന്നായിരുന്നെങ്കിൽ. സ്തോത്രം. മനസ്സിലായോ? വെറുതെ ഓണം കയറാൻ പോലെ കാസർഗോഡ് പോയി സ്തോത്രം തണുപ്പത്ത് കിടക്കേണ്ട വരില്ലായിരുന്നു. നീ ഈ ദൈവദാസന്റെ കാര്യത്തിനകത്ത് മനഃപൂർവ്വം പണി തുടങ്ങിയപ്പോൾ അന്ന് ദൈവം തീരുമാനിച്ചു, നിന്നെ ഈ കസേരയിരുത്തി മരിക്കുവാൻ അനുവദിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം വലിയവനാണ്. കർത്താവ് പറഞ്ഞ റോമയിലെത്തുമെന്ന്. അതിനെ തടയാൻ ഇവിടുത്തെ രാഷ്ട്രങ്ങൾ നോക്കിയാലും ഗവർണർ നോക്കിയാലും കോളറി പിടിച്ച് തൂക്കി എറിഞ്ഞിട്ടാണെങ്കിലും ദൈവം പറഞ്ഞ വാക്ക് പാലിക്കാൻ ഈ പറഞ്ഞ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടുത്തെ ദൈവമക്കൾ വിശ്വസിക്കണം. നിങ്ങളോട് പുതിയതൊന്ന് പറയാനല്ല ദൈവം ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്നത്. നിന്നോട് ഞാൻ 2 കൊല്ലം മുമ്പ് പറഞ്ഞത്, 5 വർഷം മുമ്പ് പറഞ്ഞത്, നീ ചർച്ചിലേക്ക് ആദ്യം വന്ന കാലം പറഞ്ഞത്, അത് നടക്കാതിരിപ്പാൻ ഇന്ന് വരെ പോരാടി നിൽക്കുന്ന ശക്തിയോട് ഇന്ന് പകലിൽ ദൈവം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് അതിന് പകരം നിന്നെ ഉയർത്താനാണ്. ദൈവം അത് ചെയ്യും. ദൈവം അത് ചെയ്യും. നിന്റെ മേൽ വാഗ്ദത്തങ്ങൾ ശേഷിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും ബാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അത് ചെയ്യും. ചുരുക്കി പറഞ്ഞു നിർത്താം. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫെസ്തോസ് അധികാരത്തിൽ വന്നു. ഫെസ്തോസ് അധികാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ സംസ്കാര രീതി അനുസരിച്ച് യഹൂദന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ടേ ഭരണം നടക്കുള്ളൂ റോമൻ സർക്കാരിന്. അവിടുത്തെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. പ്രോട്ടോകോൾ ഇതാണ്: ഗവർണറായി അധികാരത്തിലേറ്റാൽ ഇമ്മീഡിയറ്റ്ലി ആദ്യം ചെന്ന് മഹാപുരോഹിതനെ കാണണം. കാരണം മഹാപുരോഹിതൻ യഹൂദന്റെ മതകോടതിയുടെ ജഡ്ജി കൂടെയാണ്. അങ്ങനെ കോടതി അവർക്കുണ്ടല്ലോ, മതകോടതി. അവിടെയല്ലേ പീലാത്തോസിന് യേശുവിനെ വിസ്തരിക്കുകയും ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും വേദപുസ്തകത്തിനകത്ത്. അപ്പോൾ മഹാപുരോഹിതനെ പോയി കാണണം. അങ്ങനെ ഫെസ്തോസ് മഹാപുരോഹിതനെ കാണാൻ വേണ്ടി പോകുന്നു അധികാരമേറ്റതിൻ്റെ 3-ാം ദിവസം. ബൈബിളിലുള്ളതാ. സ്തോത്രം. വേറെ ചരിത്രമൊന്നുമില്ല, പിന്നീട് വായിച്ചാൽ. അതുകൊണ്ട് അങ്ങോട്ട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞത്. 3-ാം ദിവസം മഹാപുരോഹിതനെ ചെന്ന് കണ്ടു. ഒരു ചായ സൽക്കാരം അല്ലെങ്കിൽ ഒരു അത്താഴ വിരുന്ന്. അങ്ങനെയാണല്ലോ സാധാരണ രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളെല്ലാം. സർക്കാരമെല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്ത് മഹാപുരോഹിതൻ ഈ വിഷയം എടുത്തിട്ടു. ഏത്? പൗലോസിൻ്റെ കാര്യം. ഫെസ്തോസിനോട് പറഞ്ഞു, ഞങ്ങളുടെ മതത്തിന് വിരോധമായി, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവനാണ്, അവൻ മതം മാറി പുത്തൻകൂറ്റ ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് ഇപ്പോൾ മോശയുടെ ന്യായപ്രമാണം ദൈവികമല്ലെന്നും ദൈവാലയം സത്യമല്ലെന്നും പറഞ്ഞുകൊണ്ട്
ഇവിടെ മറ്റു ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അവൻ ഈ മതത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവനെ ദൈവം ഒതുക്കി തടവിലാക്കിയിട്ടിരിക്കുകയാണ്. മുമ്പിരുന്ന ഗവർണർ ഈ കാര്യത്തെക്കുറിച്ച് ഉദാസീനത കാണിച്ചു. അതുകൊണ്ട് ആ കേസ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ള കാര്യം മഹാപുരോഹിതൻ ഫെസ്തോസിനെ ഓർമ്മപ്പെടുത്തി വിട്ടു. തിരിച്ചു വന്നു. 8-ാം ദിവസം, അധികാരത്തിൽ വന്നതിൻ്റെ 8-ാം ദിവസം ആദ്യം ഗവർണർ പൗലോസിൻ്റെ കേസ് ഫയൽ വിളിപ്പിച്ചു. ഫയൽ എടുക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കി. പക്ഷെ മതപരമായിരിക്കുന്ന കാര്യമായിരിക്കൽ പുതിയ ഗവർണർ ആയിരിക്കൊണ്ട് മതപരമായിരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് അന്നത്തെ രാജാവായിരിക്കുന്ന അഗ്രിപ്പ രാജാവിൻ്റെ സഹായം തേടി. അഗ്രിപ്പാവിനോട് പറഞ്ഞു, മഹാപുരോഹിതനെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തി, ഇവിടെ പൗലോസ് എന്ന പേരുള്ളൊരു തടവുപുള്ളിയുണ്ട്. അദ്ദേഹം മതപരമായ കുറ്റത്തിന് ഇവിടെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കേസ് വിധി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിധി പറയാത്തതിൻ്റെ പേര് ആ കേസ് എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പുതിയ ആളായിരിക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ആ ഫയൽ നോക്കിയിട്ട് എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മതപരമായ കാര്യമാണ്. യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മതപരമായ കാര്യത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല. അന്ന് യൂണിവേഴ്സിറ്റിയിലൊന്നും ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഗവർണറായി വന്ന അദ്ദേഹത്തിന് ഈ കാര്യം അറിവില്ലാത്തത് കൊണ്ട് അഗ്രിപ്പാവ് ഈ കാര്യത്തെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് ഈ കാര്യം പറഞ്ഞു. പെട്ടെന്ന് അഗ്രിപ്പ പറഞ്ഞു, പൗലോസാണോ? അദ്ദേഹത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രമാദമാണെന്ന് കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ എനിക്കും താല്പര്യമുണ്ട്. അപ്പോൾ ശ്രോത്ര ഫെസ്തോസ് പറഞ്ഞ പേടിക്കണ്ട, നെയ്യപ്പ് നിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ നമുക്ക് പ്രസംഗവും കേൾക്കാം, ഈ വിഷയം നടക്കാം. അതിൻ്റെ പേരിൽ സ്തോത്രം അടുത്ത ദിവസം തന്നെ വിളിപ്പിച്ചേക്കാം. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആദ്യത്തെ കേസ് എന്ന നിലയ്ക്ക് അഗ്രിപ്പാവും ഫെസ്തോസും ജഡ്ജിമാരായിരിക്കുന്ന ബെഞ്ചിന് മുമ്പിൽ പൗലോസിനെ കൊണ്ടുവരികയാണ്. പൗലോസിനെ കൊണ്ടുവരുമ്പോൾ പൗലോസിനെ കുറിച്ച് കാര്യങ്ങൾ തിരക്കിയിട്ട് വാദിഭാഗത്ത് നിന്ന് യഹൂദന്മാരുടെ തലവന്മാരെ വിളിച്ചിട്ടുണ്ട്. യെരുശലേമിൽ നിന്ന് ഒരു വക്കീലുമായിട്ടാണ് മഹാപുരോഹിതൻ കേസ് വാദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആദ്യം പൗലോസിന് സംസാരിക്കാൻ അനുവാദം കൊടുത്തു. സംസാരിക്കുകയാണ്. പൗലോസ് സംസാരിച്ചു. വാദിഭാഗത്തിൻ്റെ ഭാഗം കേട്ടു. ജഡ്ജിമാർ രണ്ടുപേരും കൂടി മാറി സംസാരിച്ച് പറഞ്ഞു, ഈ മനുഷ്യൻ ശിക്ഷിക്കപ്പെടത്തക്ക രീതിയിൽ പറയത്തക്ക കുറ്റം. ഇവർ തമ്മിലുള്ള ഉള്ളിലെ ഒരു ഉൾപ്പോരാണത്. അതുകൊണ്ട് ഫെസ്തോസിനോട് അഗ്രിപ്പ ഉപദേശിച്ചു, ഒരു ചെറിയ പെറ്റിക്കേസ് പോലെ യഹൂദന്മാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ശിക്ഷ കൊടുത്ത് ഇവനെ പറഞ്ഞു വിടുക, അത്രയേ ഉള്ളൂ കേസ്, പ്രമാദമായി ഇതിന് നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ഒന്നോടെ നീക്കുമ്പോൾ അഗ്രിപ്പാവിനെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം കണ്ടു. സംഭവം ഇതാണ്, സ്തോത്രം, ഈ ഫയലിനകത്ത് ഒരു അപ്പീലിരിക്കുന്നു. അപ്പീല് മറ്റൊന്നുമല്ല, ഫെലിക്സ് ഭരണത്തിലിരുന്ന കാലത്ത് ഈ കേസിൻ്റെ ആദ്യ സമയത്ത് പൗലോസ് ഈ കോടതിയിൽ നിന്ന് എനിക്ക് നീതി കിട്ടുന്നെന്ന് ബോധ്യമായതുകൊണ്ട് ഞാനൊരു റോമൻ പൗരനാണ്, റോമാ പൗരനായതുകൊണ്ട് ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു. എൻ്റെ ഈ കേസ് സുപ്രീം കോർട്ടിലേക്ക് വിടണം. റോമയിൽ കൈസറുടെ അടുക്കൽ കൊണ്ടുപോയി തീർത്താൽ മതി. നിങ്ങൾ എനിക്ക് നീതി തരത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ റോമാ പൗരനാണ്, എനിക്ക് ന്യായമായിട്ട് അവകാശമുണ്ട്. അതുകൊണ്ട് എൻ്റെ കേസ് കൈസർക്ക് വിടണം എന്ന് പൗലോസ് അപ്പീൽ കൊടുത്തിരുന്നു. മറ്റേ കള്ളൻ, സ്തോത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിണക്കമല്ലോ, നിങ്ങളുടെ ആളല്ലല്ലോ, അങ്ങനെ വേണം അവനെ വിളിക്കാൻ. മറ്റേ കള്ളൻ ഈ അപ്പീൽ എടുത്തില്ല, അവനത് മുക്കി വെച്ചു. സ്തോത്രം, അനക്കിയില്ല. അനക്കാതെ 2 കൊല്ലം തള്ളിക്കളഞ്ഞു. അപ്പോഴാണ് ഈ കേസ് അഗ്രിപ്പ നോക്കുമ്പോൾ അത് വായിച്ചപ്പോൾ ഞെട്ടിയിട്ട് ഫെസ്തോസിനോട് അരുത്, വിധി പറയരുത്. കാരണം എന്താ, ഈ പ്രതി റോമാ പൗരനാണ്. റോമാ പൗരനായിരിക്കുന്ന ഈ പ്രതി കൈസരെ അഭയം ചൊല്ലിയിരിക്കുമ്പോൾ, അഥവാ സുപ്രീം കോർട്ടിലേക്ക് ചാർജ് ചെയ്യേണ്ട കേസ് കീഴ്ക്കോടതിയിലെ ജഡ്ജിയായിരിക്കുന്ന അങ്ങ് വിധി പറഞ്ഞാൽ അത് കൈസരോട് കാണിക്കുന്ന സ്തോത്രം നെറുവുകേടാണ്. അതുകൊണ്ട് വിധി പറയരുത്. ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അടുത്ത വണ്ടി കീഴെ റോമയിലേക്ക് വിടുക. സ്തോത്രം, അതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ബൈബിൾ അടയ്ക്കാം. സ്തോത്രം, ദൈവം തീരുമാനിച്ചു 2 കൊല്ലം ഇവിടെ ഇട്ടപ്പോൾ ഇനി സ്വന്തം വണ്ടിക്കൂലിക്ക് പോകണ്ട, സർക്കാർ ചെലവിൽ പോയാൽ മതി. സ്തോത്രം, അങ്ങനെ ദൈവം തമ്പുരാൻ അവനെ സർക്കാർ ചെലവിൽ റോമിലേക്ക് അയച്ചു. ഇനി അതിനിടയിൽ കപ്പലിൽ കയറിയപ്പോൾ തുടങ്ങിയ ഒരുപാട് വിഷയം, ഇതൊക്കെ മനുഷ്യൻ ചെയ്തതാണ്. നീ കപ്പലിൽ കയറിയപ്പോൾ സാക്ഷാൽ സാത്താൻ പ്രകൃതിയെ കയ്യിലെടുത്തു. അവിടെ എത്താതിരിക്കാൻ ഈശാനമൂലനെ അടക്കം അഴിച്ചുവിട്ടു. കപ്പൽ തകർന്നു, പലകയായിട്ട് സ്തോത്രം പറഞ്ഞുപോയി. അത്രയും വലിയൊരു പ്രമാദമായിരിക്കുന്ന അപകടം ലോക ചരിത്രത്തിൽ ഒരു കടൽ യാത്രക്കാരൻ അഭിരിച്ചിട്ടില്ല. പക്ഷെ ദൈവം നമ്പുരാൻ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, കപ്പൽ തകരും, പക്ഷെ ഒറ്റയാളുടെ പ്രാണന് ഹാനി വരികയില്ല.
അങ്ങനെ നീന്തി കയറിയിട്ടാണെങ്കിലും എൻ്റെ കർത്താവ് റോമിലെത്തിച്ചു. ഇന്ന് പകലിൽ ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാം, നിങ്ങളെ ഇനി വെള്ളത്തിനകത്തിട്ട് മുക്കാൻ നോക്കിയാലും, നിങ്ങളുടെ ആയുസ് തടവറയ്ക്കകത്തിട്ട് തീർക്കാൻ നോക്കിയാലും, രോഗമോ പ്രയാസമോ കഷ്ടമോ എന്തൊക്കെ വരുത്തിയാലും, നീ മെഡിക്കൽ അൺഫിറ്റാന്ന് വരുത്തി തീർത്താലും, എൻ്റെ ദൈവത്തിൻ്റെ വാക്ക് നിന്റെ മേൽ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് നിന്നെ ഒരു പലകയിൽ പിടിച്ചാണെങ്കിലും റോമിൽ എത്തിക്കുമെന്നുള്ള കാര്യം ഈ പുസ്തകം പഠിപ്പിക്കുന്ന സത്യമാണ്. ഉഡാര ശഗന ഹഡഗജനാദിയാര അംദൽ പ്രവാല ശൈഖമനയാദിയാര അംദരെ റഗേലഗ ഷൈഡമനാദിയാനഗക്ഷസിയ. ഞാൻ നിർത്തുകയാണ്. ഈ സമയത്ത് ദൈവാത്മാവിൽ നിറഞ്ഞിരിക്കുന്നത് നമുക്കോട് പറയാം, നിങ്ങൾ ദൈവത്തിന്റെ ഭക്തരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നവരാണെങ്കിൽ, എവിടെന്നാ തുടങ്ങിയത്? നീ മുട്ടയിലിരുന്ന് പച്ചവെള്ളം കുടിക്കാതെ ഉപവസിച്ചൊരു വിഷയമല്ല. നിന്റെ ഹൃദയത്തിൽ കൊച്ചാഗ്രഹത്തോട് ദൈവം ഇത്രയും പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ, നിന്റെ ജീവൻ മരണ പോരാട്ടത്തോട് എന്റെ ദൈവത്തിന് എത്ര വലിയ പ്രതിബദ്ധത ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ദൈവം 32 വയസ്സായ നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുമോ? സ്തോത്രം. കടം കയറി നിൽക്കാൻ പറ്റാതെ ഈ മാസം അവസാനിക്കുന്നതിനൊക്കെ രണ്ടിലൊന്ന് തീരുമാനിച്ചില്ലെങ്കിൽ അപമാനിക്കപ്പെടാവുന്ന വിഷയത്തെക്കുറിച്ച് ദൈവം ചുമ്മാ ഫെലിക്സ് കാണിച്ച പോലെ നിറവുകേട് കാണിക്കുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പ്രാർത്ഥനയിൽ ചില നടപടികൾ ഉണ്ടാവും. യേശുവിന്റെ നാമത്തിൽ ചിലരെ ദൈവ സ്ഥലം മാറ്റും. നിനക്ക് ഫേവറായി അനീതി കാണിച്ചുകൊണ്ട് നിനക്ക് അനുകൂലമായി നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ, എൻ്റെ കർത്താവ് ചിലരുടെ കസേര തെറിപ്പിച്ചിട്ടാണെങ്കിലും ദൈവം പറഞ്ഞ കാര്യം ദൈവം നിറവേറ്റി തരും. അതിന് ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽക്കാലം പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ അത് പറഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് ഇന്നു മുതൽ ഇത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കണം. ആരോഗ്യമുള്ളവർ. ബഹുമാനത്തോടെയാണ് ഞാനിത് പറയുന്നത്. ഈ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരും പോകാൻ തിടുക്കം കൂട്ടുകയും ചെയ്യരുത്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്ന ദൈവിക ദൂത്, സ്തോത്രം, നീ ദൈവത്തിന് വിലയേറിയവനാണ്. കാരണം കർത്താവിന് വേണ്ടി കടലിലും കരയിലും ഒരായുസ് മുഴുവൻ ഓടിയ പൗലോസ് എന്ന ഈ ദീർഘദർശി, സ്തോത്രം, കുടുംബത്തെ മറന്ന് ജീവിതം മറന്ന് ദൈവത്തിന് വേണ്ടി നിന്ന ഈ മനുഷ്യന്റെ ഹൃദയത്തിലെ ഒരു കൊച്ചാഗ്രഹം റോമയൊന്ന് കാണണം. ഞാൻ ഒന്നോടെ കടത്തി പറയാം, എൻ്റെ ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി, എൻ്റെ കർത്താവിൻ്റെ തിരുനാമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അവരുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ കിടക്കുന്ന കൊച്ചാഗ്രഹത്തെ പോലും എൻ്റെ കർത്താവ് വിലയേറിയതായി കാണും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കണ്ണുനീരോടെയോ മുഖം പൊത്തി കരഞ്ഞുകൊണ്ടോ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രാർത്ഥനയിൽ നിറവേറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ആ ഹൃദയത്തിലെ വലിയ കടുംപിടുത്തമൊന്നുമല്ല, മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയൊന്നുമല്ല ഞാനീ പറയുന്നത്. നിന്റെ ഹൃദയത്തിലെ ഒരു സ്വപ്നം, നിന്റെ ഹൃദയത്തിലെ ഒരാഗ്രഹം. കർത്താവേ, എനിക്ക് ദൈവം 2 മക്കളെ തന്നു, അല്ലെങ്കിൽ 4 മക്കളെ തന്നു. ഞാൻ ചോദിച്ചതിനേക്കാളൊക്കെ അപ്പുറം അവരുടെ കാര്യത്തിൽ നടന്നു. എന്നാൽ അവരിൽ ഒരാളുടെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. അതോടെ നിറവേറ്റി തരണമെന്ന് എൻ്റെ ഒരാഗ്രഹമാണ്. ഞാൻ അങ്ങയുടെ മകളാണ്, ഞാൻ അങ്ങയുടെ മകനാണ്. ഞാനിതാരോടും പറയാതെ ഒത്തിരി നാൾ പ്രാർത്ഥിച്ച വിഷയമാണ്. ഇന്നത്തെ ദൂത് കറങ്ങിച്ചിട്ട് വന്നത് എൻ്റെ തലയ്ക്ക് മീതയാണ്. ഇവിടെ നിൽക്കുന്ന ആർക്കും അത് ഫലിച്ചില്ലെങ്കിലും എൻ്റെ കുടുംബത്തിന് അത് ഫലിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ കയറി വരുന്ന തടസ്സങ്ങളെയും അതിന് വിരുദ്ധമായി നിൽക്കുന്ന മനുഷ്യരെയും ഗൂഢാലോചന നടത്തുന്ന സംഘത്തെയും എൻ്റെ കർത്താവ് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞ വാക്ക് പാലിക്കാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അഹോരാത്രം പോരാടുന്നു.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഒരിടത്ത് ഒതുക്കിയിടാൻ സമ്മതിക്കില്ല. നിന്റെ വിലപ്പെട്ട ദിവസങ്ങൾ നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. ചില കാര്യങ്ങൾ നിറവേറാൻ പോകുക. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു മുന്നേറ്റമുണ്ട്, നിനക്കൊരു കുതിച്ചെഴുന്നേൽപ്പുണ്ട്. പടക്കുതിരയെ പോലെ നിന്റെ സ്പിരിച്വലി ഒരു വലിയ മൂവ്മെന്റ് ഉണ്ട്. കൃപാര ശഖാന ശഖാന റഖാന ദാരായ ശംദാന റബല ദിഗന ഹടഗജനദിയ. ഓ സ്തോത്രം ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രേരണയ്ക്ക് തക്കവണ്ണോ അന്യഭാഷ പറഞ്ഞു, സ്തോത്രം ചെയ്തോ, കരമടിച്ചോ, എങ്ങനെ ദൈവത്തിന് മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്ത് നൃത്തം ചെയ്ത് ആത്മാവിൽ ആരാധിച്ച് പരിശുദ്ധാത്മ ശക്തിയോടെ ദൈവ കൃപയോടെ യേശുവിന്റെ നാമത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ മഹത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന യോദ്ധാവിനെ, ആ ശക്തനായ പോരാളിയെ, ആ സായുധധാരിയായ അഖിലാണ്ടത്തിന്റെ ഉടയവനെ, ദൈവമേ, ഈ സ്തോത്രം ചെയ്യുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമേ, ആരാധിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം ഏറ്റെടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ വന്നതിന്റെ 3-ാം സെക്ഷനിൽ ദൈവം അരുളി ചെയ്ത വാക്കിനായി സ്തോത്രം. എന്റെ കർത്താവ് ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവനാകയാൽ ഈ സഭയോട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് പാർത്ത് ലീവ് എടുത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആഗ്രഹം അറിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി വലിയ സംഘങ്ങൾ എഴുന്നേറ്റാലും എന്റെ ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ റോമയിലെത്തി. കർത്താവെ, ഒരു ദിവസം ഈ സഭയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ കഴിയട്ടെ, എത്തുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഞങ്ങളെയും ദൈവം അവിടെ എത്തിച്ചു എന്ന്. അത് സംഭവിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.